ശബ്ദമുയർത്തി സ്തോത്രം ചെയ്ത് എല്ലാവരും കൂടെ. എന്ത് ചെയ്താലും നന്നായിട്ട് ചെയ്യാവും. സ്തോത്രം. അതുകൊണ്ട് അതെൻ്റെ മനസ്സോടുകൂടി ദൈവസന്നിധിയിൽ ഇരിക്കണമെന്ന് ഓർപ്പിച്ചുകൊണ്ട് ഒരു ചെറിയ പ്രസംഗം കൂടി പ്രസംഗിച്ച് നിങ്ങൾക്കായി പ്രാർത്ഥിച്ചിട്ട് വേഗത്തിൽ ഞാൻ മടങ്ങിപ്പോകാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം 11-ാമത്തെ വാക്യം വായിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിച്ച് നിങ്ങൾക്കായി നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചിട്ട് പോകാം. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം 11-ാം വാക്യം. കർത്താവ് അവനോട് അടുത്തത് തർസോസുകാരനായ ശൗൽ എന്ന് പേരുള്ളവനെ അന്വേഷിക്കുക, അവൻ പ്രാർത്ഥിക്കുന്നു. അവൻ പ്രാർത്ഥിക്കുന്നു. ഈ രാത്രി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഒരു സഭ അല്ലെങ്കിൽ ഒരു കുടുംബം അല്ലെങ്കിൽ ഒരു മനുഷ്യൻ പ്രത്യേകമായ ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം എന്ത് ചെയ്യുമായിരിക്കും? ഈ വിഷയത്തെ ആധാരമാക്കിക്കൊണ്ട് നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുക. ഒന്നോടെ പറയാം. ചുമ്മാ നമ്മൾ കാലത്തും വൈകുന്നേരം ഇരുന്ന് വെറുതെ എന്ന് പറയുന്നില്ല, നമ്മുടെ ശീലം പ്രാർത്ഥനകളുണ്ടല്ലോ, സ്ഥിരം പ്രാർത്ഥനകൾ. കാലത്ത് എഴുന്നേറ്റ് ആ കട്ടിലെ തന്നെ ഇരുന്നുകൊണ്ടൊരു പ്രാർത്ഥനയില്ലേ? ഉണ്ടെന്ന് ഇരിപ്പ് കണ്ടാൽ അറിയാലോ. പിന്നെ പിന്നെ ആ ഇരിപ്പ് കണ്ടാൽ അറിയാം. ആ കട്ടിലേ ഇരുന്നുകൊണ്ടൊരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയല്ല. വൈകുന്നേരം കിടക്കാൻ നേരത്തും എല്ലാം കഴിഞ്ഞ് തളർന്ന് വന്നിട്ട് ആ പ്രാർത്ഥനയല്ല. ഒരു വലിയ വിഷയം ഒരു സഭ എടുത്തു വെച്ച് പ്രാർത്ഥിക്കുക. ഒരു കുടുംബം പ്രശ്നത്തിലാണ്. അവർ ചില ദിവസങ്ങളോ ഒരു ദിവസമോ പ്രധാനമായിട്ടൊരു വിഷയം പ്രാർത്ഥിക്കുക. ഒരൊറ്റ മനുഷ്യൻ ഭയങ്കര സങ്കടത്തിലകപ്പെട്ട് അവൻ എഴുന്നേറ്റ് പോകാതെ ഒരു മുറിക്കകത്തിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുക. ദൈവം എന്തെങ്കിലും ചെയ്തെങ്കിലേ പറ്റൂ എന്ന വേദനയോടെ പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിക്കേണ്ട അവസ്ഥ നിങ്ങൾക്കാർക്കെങ്കിലും വന്നിട്ടുണ്ടോ? സ്തോത്രം. അങ്ങനെ പ്രാർത്ഥിക്കേണ്ട അവസ്ഥ ഇല്ലെങ്കിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കട്ടെ. സ്തോത്രം. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, അങ്ങനെ ഒരവസ്ഥ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ശരിക്കും ദൈവത്തെയൊക്കെ അടുത്തറിയുന്നത്. നമ്മുടെ ഒരു കോമൺ പ്രാർത്ഥനയുണ്ട്. ഞാൻ രാവിലെ പറഞ്ഞല്ലോ, പ്രാർത്ഥനയുടെ ഗ്രേഡ് അതായിരുന്നു രാവിലെ പറഞ്ഞത്. രാവിലെ ഓൺലൈൻ ഇല്ലായിരുന്നു, നിങ്ങൾ പലരും ഇല്ലായിരുന്നു. പ്രാർത്ഥനയ്ക്ക് പല ഗ്രേഡുണ്ട്. അങ്ങനെയൊന്നും ദൈവം തമ്പുരാൻ ആഗ്രഹിച്ചാലോ, പക്ഷെ നമ്മളായിട്ട് ഉണ്ടാക്കിയതാ ഗ്രേഡല്ല. നമ്മളിതിനെ ഉദാസീനരായി കണ്ടാൽ അത്രയേ ഉള്ളൂ, നമ്മളിതിനെ വലുതായി കണ്ടാൽ അത്രയുണ്ട്. എല്ലാവരുടെയും പ്രാർത്ഥന ഒരുപോലെ അല്ല, വിവിധ ഗ്രേഡുണ്ട്. അതിൻ്റെ കാരണങ്ങൾ ഞാൻ രാവിലെ പറഞ്ഞിരുന്നു, ഇനി അത് ആവർത്തിക്കുന്നില്ല. ഇതുപോലെ തന്നെ വൈകുന്നേരം ഞാൻ പറയുകയാണ്, ചില വിഷയങ്ങൾ നമ്മളെ ഭയങ്കരമായിട്ട് അലട്ടുമ്പോൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കുക അല്ലാതെ കരയുക, തകരുക, ഉള്ളു കത്തുക. എനിക്ക് എത്രയോ പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. ഒരു പ്രാവശ്യം മുറിയിൽ നിന്ന് ഇറങ്ങാൻ പറ്റാതെ കരഞ്ഞ് ഞാൻ ആ പ്രാർത്ഥിച്ചിരുന്നോടത്തിരുന്ന് ഛർദ്ദിച്ച് എന്ന് പറഞ്ഞാൽ കൈവശമൊന്നും അല്ല കേട്ടോ. ഛർദ്ദിച്ചിട്ട് അങ്ങനെ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ, മലയാളി പിന്നെ നമ്മൾ ഈ ബോർഡറിൽ താമസിക്കുന്നില്ല, അവിടെ പെട്ടെന്ന് തോന്നുന്നു, അതൊന്നും അല്ല. പക്ഷെ ഞങ്ങളെ ഏങ്ങലടിച്ച് കരഞ്ഞ് കണ്ണുമുഖം അത്രയ്ക്ക് വിഷമിച്ച ദിവസങ്ങളുണ്ട്. അങ്ങനെ സീരിയസ് ആയി ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കുന്ന 5 കാര്യങ്ങൾ ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാം. വളരെ ശ്രദ്ധിച്ച് കേട്ടോണം. അഥവാ അടുത്ത ദിവസം നിങ്ങൾക്ക് ഹൃദയം കൈ പിടിച്ചുകൊണ്ട് കരഞ്ഞ് പ്രാർത്ഥിക്കേണ്ട എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് വേദനയോടെ പ്രാർത്ഥിക്കേണ്ട ഒരവസ്ഥ വന്നാൽ, അയ്യോ എനിക്കിങ്ങനെയൊക്കെ പറ്റിയില്ലോ എന്ന് ഓർത്തുകൊണ്ട് കരയരുത്. അതിനെ മുതലാക്കിയെടുക്കണം. ആ പ്രാർത്ഥനയിൽ മറ്റേത് പ്രാർത്ഥനയിൽ ഇടപെടുന്നതിനേക്കാൾ ശക്തിയോടെ ആ വേദനയുടെ പ്രാർത്ഥനയിൽ ദൈവം ഇടപെടാനിടയാകും. ഇവിടെ പൗലോസിനെ ദൈവമായ കർത്താവ് ദമസ്കോസിന്റെ പടിക്കൽ വെച്ചാണ് മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരുന്നത്. ആ രംഗം നിങ്ങൾക്കറിയാം. ആരുടെ മുമ്പിൽ തോറ്റുകൊടുക്കാത്തവനായി ഏകദേശം 10-30 വയസ്സ് പ്രായമുള്ളപ്പോൾ ആ ചോരത്തിളപ്പിൽ ദൈവസഭകളെ ഉപദ്രവിക്കുന്നത് ഒരു ഹീറോയിസമായി കണ്ട് പുരോഹിതന്മാർക്ക് യഹൂദന്മാർക്ക് അത് ഇഷ്ടമായതുകൊണ്ട് അവരുടെ കയ്യടി നേടാൻ വേണ്ടി പാവപ്പെട്ട ദൈവമക്കളെ ഒരു സംഘം ആളുകളെ വാർത്തെടുത്ത് അവരെയും കൊണ്ട് നടന്ന് സഭകളെയെല്ലാം കയറി നടന്നങ്ങ് അടിക്കുക.
ഉപദ്രവിക്കുക. ഇപ്പോൾ വന്ന് ദൈവദാസന്മാരെ കൊല്ലാൻ കൂട്ടുനിൽക്കുക, കൊല്ലുകയാണ്. അത്രയും സീരിയസ് ആയിട്ട് പൗലോസ് ഇടപെടുന്ന സമയത്താണ് സ്തോത്രം യേശുക്രിസ്തു ദമസ്കോസിൻ്റെ പടിക്കൽ വെച്ച് കർത്താവ് പൗലോസിനെ സന്ധിക്കുന്നത്. അപ്രതീക്ഷിതമായിരിക്കുന്ന ഒരു ഓപ്പറേഷനായിരുന്നു യേശുവിൻ്റെ. വാഹനമൃഗത്തിൽ നിന്ന് താഴെ പോയി. ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്തെന്ന് ചോദിച്ചു. നീ ആരാവുന്ന കർത്താവെന്ന് ചോദിച്ചു. താഴെ പോയി എഴുന്നേക്കാൻ നോക്കുമ്പോൾ കണ്ണുകൾക്ക് രണ്ടിനും കാഴ്ചയില്ല. അപ്പം ആരോ കൈ പിടിച്ച് നടത്താൻ പെട്ടെന്ന് ആരോ വന്ന് കയ്യെ പിടിച്ചു. കണ്ണിന് കാഴ്ച, രണ്ട് കണ്ണിന് 100% ബ്ലൈൻഡായിപ്പോയി. സ്തോത്രം, ബ്ലൈൻഡായി. അപ്പോൾ കണ്ണിന് കാഴ്ചയില്ലാതെ നിൽക്കുന്ന സമയത്ത് ആരോ കൈ പിടിച്ച് നടത്തുക. അപ്പോൾ യേശുക്രിസ്തു സംസാരിച്ചു. അടി കൊടുത്തിട്ട് ഇട്ടിട്ട് പോകുന്നവനല്ല കർത്താവ്, അടിച്ചിട്ട് സംസാരിക്കുന്നവനാണ് കർത്താവ്. മനസ്സിലായി? കർത്താവ് സാത്താൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ അടിച്ചിട്ട് ഞാൻ അടിച്ചെന്ന് പോലും പറയുകയില്ല. പക്ഷെ യേശുക്രിസ്തു അടിച്ചാൽ അടി തന്നിട്ട് പറയും അടിച്ചത് ഞാനാണ്, ഇനി നീ ഈ അടിയുടെ ഹാങ് ഓവറിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഞാൻ പറയാം, അത് ചെയ്യാൻ പറയും. അങ്ങനെ പറയുന്നൊരു കർത്താവുള്ളതിനായി സ്തോത്രം, സ്തോത്രം. യേശുക്രിസ്തു പറഞ്ഞു, അടി കൊണ്ട് കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ട് പറഞ്ഞു, നീ എഴുന്നേറ്റ് പട്ടണത്തിലേക്ക് ചെല്ലുക, അവിടെ വെച്ച് നീ ചെയ്യേണ്ടത് എന്താന്ന്. സ്തോത്രം. അതെ, വാക്യം 5 നീ ആരാകുന്ന കർത്താവ് എന്ന് ചോദിച്ചതിന് നീ ഉപദ്രവിക്കുന്ന യേശു ആകും. നീ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെല്ലുക, നീ ചെയ്യേണ്ടത് അവിടെ വെച്ച് ഞാൻ നിന്നോട് പറയുമെന്ന് അവൻ പറഞ്ഞു. യേശു പറഞ്ഞു, കണ്ണുപോയി, അടി കൊണ്ടു, താഴെ വീണു, ആളങ്ങ് ഒരു ഡിപ്രഷൻ മൂഡിലേക്ക് പോയി. യേശു പറഞ്ഞു, എഴുന്നേറ്റ് പട്ടണത്തിലേക്ക് ചെല്ലുക, അവിടെ വെച്ച് നീ എന്താ ചെയ്യേണ്ടതെന്ന് പറയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അടിച്ചിട്ട് ഇട്ടിട്ട് പോകത്തില്ല, അടിച്ചാൽ അവൻ പറയും ഇനി എന്താ ചെയ്യേണ്ടതെന്ന്. കർത്താവിൻ്റെ അടിയേറ്റിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിന്ന് പ്രത്യേകം കാതോർത്തോളണം. ഇന്ന് ചിലപ്പോൾ എന്തെങ്കിലും പറയും, ഇനി എങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടാം. പിന്നെ നമുക്ക് പെന്തിക്കോസുകാർക്കൊരു ഗുണമുണ്ട്, കർത്താവ് അടിച്ചാലും സാത്താൻ അടിച്ചെന്നേ പറയുള്ളൂ. സത്യം. ഞാനൊരു സഭയുടെ പാസ്റ്ററാണ് 25 കൊല്ലമായിട്ട്. ഞാൻ സ്റ്റെവിലിനെ കഴിഞ്ഞ് ഈ എബ്രായ ലേഖനം 12-ാം അധ്യായം ബാലശിക്ഷ എന്ന് പറഞ്ഞൊരു വിഷയമാണ്. ബാലശിക്ഷ. അപ്പൻ ശിക്ഷിക്കാത്ത മക്കളാരുള്ളൂ, ഇല്ലേ പാസ്റ്ററെ? അങ്ങനെ വാക്യല്ലേ? അപ്പൻ ശിക്ഷിക്കാത്ത മക്കളാരുള്ളൂ, നിങ്ങളുടെ അപ്പൻ ശിക്ഷിക്കുന്നെങ്കിൽ നിങ്ങൾ മക്കളല്ല കൗലുടയന്മാരത്രേ എന്ന് പറഞ്ഞ ഒരു പാരഗ്രാഫുണ്ട്. ഞാനൊരു സഭയിൽ ഇത് പ്രസംഗിക്കുക ബാലശിക്ഷ പ്രസംഗിക്കുക. എന്താണ് ബാലശിക്ഷ? ആർക്കാണ് ബാലശിക്ഷ? ബാലശിക്ഷയുടെ രീതി എന്താണ്? ബാലശിക്ഷ ഈ ആയുസ്സിൽ കിട്ടുന്നില്ലെങ്കിൽ അവസാനം എന്താകും? ഇതിനെക്കുറിച്ച് പ്രസംഗിക്കുമ്പോൾ 500 പേരിരിക്കുന്ന യോഗത്തിൽ എൻ്റെ കൂടെ 1-ാം ദിവസം മുതൽ ഉണ്ടായിരുന്ന ആൾക്കാർ അടക്കം ഇരിക്കുന്ന ആൾക്കാരോട് ചോദിച്ചു, കഴിഞ്ഞ ഒരു കൊല്ലത്തിനിടയിൽ അപ്പൻ അടിച്ച് അടി മേടിച്ച ആൾക്കാരുണ്ടെങ്കിൽ കൈയൊന്ന് വെക്കാൻ പറഞ്ഞു. അപ്പൻ ഏതപ്പനാ? സ്വർഗത്തിലെ അപ്പൻ അടിച്ച് അടി കൊണ്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈ വെക്കാൻ പറഞ്ഞു. 1 കൊല്ലമായിട്ട് ആരെയും അപ്പൻ അടിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ എല്ലാവരും നല്ല പിള്ളേരായിരിക്കും ഓർത്തുകൊണ്ട് വീണ്ടും ചോദിച്ചു, 2 കൊല്ലത്തിനിടയിൽ അപ്പൻ അടിച്ച് ആരെങ്കിലും ഉണ്ടോ? അതുമില്ല. 3 കൊല്ലം 5 കൊല്ലം വരെ ചോദിച്ചു. 5 കൊല്ലത്തിനിടയിൽ ഈ സ്വർഗത്തിലെ അപ്പൻ അടിച്ച് ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. പക്ഷേ എനിക്കറിയാം, എല്ലാ ഞായറാഴ്ചയും വന്ന ഇരിപ്പ് കാണുമ്പോൾ അറിയാം, അടി കൊണ്ടിട്ട് ഇരിക്കുന്ന ഇരിപ്പാണ് കാണുമ്പോൾ അറിയാം. പക്ഷേ നമ്മുടെ പ്രശ്നം അറിയാമോ? അപ്പൻ അടിച്ചാലും സാത്താൻ അടിച്ചതേ പറയുള്ളൂ. നമുക്ക് ആരടിച്ചെന്ന് തിരിച്ചറിയല്ല. പല അടിയും മാടൻ അടിച്ചതല്ല, അപ്പൻ അടിച്ചതാണ്. ഇന്ന് രാത്രി അത് കേട്ടോളണം. അപ്പൻ അടിച്ചാലുള്ള പ്രത്യേകത, അപ്പൻ അടിച്ചിട്ട് പറയും എന്തിനാണ് അടിച്ചത്, ഈ അടിയുടെ വേദനയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഇനി നീ എന്ത് ചെയ്യണം എന്ന് ദൈവം അടിച്ചാ പറയും. ദൈവം അടിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം അടിക്കും, ബാലശിക്ഷ കഴിക്കും. സ്തോത്രം. ദൈവം വഴിയടക്കും. അതൊക്കെ ബാലശിക്ഷ എന്ന് പറയുന്നത്. ദൈവം വേദനിപ്പിക്കും. മനസ്സോടെ അല്ലല്ലോ മനുഷ്യപുത്രന്മാരെ ദുഃഖിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചോണ്ടല്ലോ, ഉപദ്രവിക്കാനല്ല. അതെന്താണ് അവിടെ? ഇതൊക്കെയാണ് ആത്മീകത്തിൻ്റെ രഹസ്യം എന്ന് പറയുന്നത്. അല്ലെ എല്ലാത്തിനും അങ്ങ് അന്യഭാഷ പറയുന്നതും എല്ലാത്തിനും അങ്ങ് പ്രാർത്ഥിച്ച് വെള്ളം കുടിക്കുന്നതും എല്ലാത്തിനും സ്തോത്രം ഉപവാസം എടുക്കുന്നതും അല്ല വിഷയം.
ഈ രഹസ്യങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഒരുത്തന് ആത്മീക ജീവിതം വിജയിപ്പിക്കാൻ പറ്റുള്ളൂ. കുറ്റം ചെയ്യാത്ത മക്കളില്ല. കുറ്റം ചെയ്ത് ദൈവം തന്നെ പറഞ്ഞു കുറ്റം ചെയ്യാത്തവരില്ല. അപ്പം തല്ലാത്തവരില്ല. തല്ലും. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വളർത്തിയപ്പോൾ തല്ലിയിട്ടില്ലേ? സ്തോത്രം. തല്ലിയല്ല വളർത്തിയെങ്കിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓർത്തോളം അവർ നിങ്ങളിനി തല്ലിക്കോളും. തല്ലിയല്ല, മക്കളെ തല്ലിയല്ല വളർത്തിയെങ്കിൽ പേടിക്കണ്ട. അവൻ്റെ +2 ഒക്കെ കഴിയുമ്പോഴത്തേക്കും തിരിച്ച് തല്ലി തുടങ്ങിക്കോളും. തല്ലിയ വളർത്തിയെങ്കിൽ അത് തല്ലിയല്ല, ഞാൻ പറഞ്ഞോളൂ. സ്തോത്രം. മനസ്സിലായോ? ദൈവം തല്ലാത്ത മക്കളില്ല. പൗലോസിനെ അടിച്ചു, യേശു അടിച്ച് താഴെയിട്ടു. 2 കണ്ണിൻ്റെയും കാഴ്ച നഷ്ടപ്പെട്ട് പൗലോസ് ഇരിക്കുമ്പോൾ പറഞ്ഞു, എന്നാൽ ഇനി കളിക്കുന്ന കാണണ്ട, എന്നാൽ വാടാന്നും പറഞ്ഞ് വെല്ലുവിളിച്ച് വിടുവല്ലായിരുന്നു. പറഞ്ഞു, നീ എഴുന്നേറ്റ് പട്ടണത്തിലേക്ക് അല്ലേ, ഇനി ബാക്കി കാര്യം കണ്ണിൻ്റെ കാഴ്ച വരുമോ, നീ ഇനി എന്താകുമെന്ന് ഞാൻ അവിടെ വെച്ച് പറയാം എന്ന് പറഞ്ഞ് പട്ടണത്തിലേക്ക് പോയി. നേർവീതി എന്ന തെരുവിൽ യൂദയുടെ വീട്ടിൽ പോയിരിക്കുക. ബൈബിളിൻ്റെ സാഹചര്യങ്ങൾ വെച്ച് കാര്യങ്ങൾ വ്യാഖ്യാനിക്കുമ്പോൾ യൂദ ഒരു യഹൂദ നാമമാണ്, ഒരു യഹൂദനാണ്. അവൻ്റെ വീട്ടിലാണ് പോയിരിക്കുന്നത്. സാധാരണ യഹൂദൻ്റെ വീട്ടിൽ പ്രാർത്ഥിക്കാനുള്ള പ്രത്യേക സ്ഥലം ഉണ്ടാകുന്നതാണ് യഹൂദ പശ്ചാത്തലം. 20 നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള യഹൂദ പശ്ചാത്തലങ്ങൾ അറിയാവുന്നവർ പറയുന്നത് അതിന് അറയെന്നാണ് പറയുന്നത്. അറ. യഹൂദൻ്റെ വീട് സ്വാഭാവികമായിട്ടും പണിയുമ്പോൾ നല്ല ഒരുമാതിരി ഒരു മിഡിൽ ക്ലാസ് ആൾക്കാർ മുതൽ മുകളിലേക്കുള്ളവരാണെങ്കിൽ അവരുടെ വീട് 3 ഭാഗമായിരിക്കും. ഒന്ന് ഭൂമിക്ക് അടിയിലേക്ക് ഒരു നില കാണും, ഭൂമിക്കടിയിലേക്ക് സെല്ലാർ, പിന്നെ ഗ്രൗണ്ട്, പിന്നെ മുകളിൽ കാശുള്ളവരാണെങ്കിൽ മാളിക, അതാണ് മാളിക മുറി എന്ന് പറയുന്നത്. മർക്കോസിൻ്റെ മാളിക മുറി, പിന്നെ ഏലിയാവ് പണ്ട് താമസിച്ച ആ വിധവയുടെ മാളിക മുറി, ഇതൊക്കെ പറയപ്പെടുന്നത് ഇച്ചിരി ലെവലുള്ള സ്റ്റാൻഡേർഡ് ഉള്ളത്. പിന്നെ പത്രോസ് 10-ാം അധ്യായത്തിൽ, പുസ്തകപ്രവൃത്തി 10-ാം അധ്യായത്തിൽ പോയി താമസിച്ച തോൽക്കൊല്ലനായ യൂദയുടെ തോൽക്കൊല്ലനായ ഷീമോൻ്റെ വെൺമാടം, ഇതൊക്കെ മുകളിലത്തെ നിലയാണ്. അപ്പം ഈ ഗ്രൗണ്ടിന് അടിയിലുള്ള സെല്ലാർ, ഭൂമിക്കടിയിലുള്ള അതിന് വിളിക്കുന്ന പേരാണ് അറ. അറ. പണ്ട് വീടുകളുണ്ടായിരുന്നു അറയും നിലയെന്നും പറഞ്ഞുകൊണ്ട്. ഞങ്ങളുടെ നാട്ടിലുണ്ടോയെന്ന് അറിയില്ല. ഉണ്ടായിരുന്നത് അറയും നിലയെന്ന് പറയുന്നത് താഴത്തേക്ക് ഭൂമിക്കടിയിലേക്ക് ഒരു നിലയുണ്ടാവും. പണ്ടത്തെ അത് അറയ്ക്കകത്ത് അവരുടെ സാധനങ്ങളൊക്കെ സൂക്ഷിക്കാനും. പക്ഷേ യഹൂദൻ അറ വെച്ചിരിക്കുന്നത്, യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കയറി വാതിലടപ്പീൻ. ഇതിൻ്റെ അടിയിലാണ്. എഴുത്തുകാർ പറയുന്നു, പൗലോസ് അവിടെ ചെന്നു. ആഹാരം കഴിക്കാനോ ഒന്നിനും അവൻ ആഗ്രഹമില്ല, കുളിച്ചിട്ടില്ല. കാരണം 30-ാമത്തെ വയസ്സിൽ നല്ല ഹീറോ ആയി നടന്നവൻ്റെ 2 കണ്ണിൻ്റെയും കാഴ്ച നഷ്ടപ്പെട്ടു. ഇനി അവൻ ഫിസിക്കൽ അൺഫിറ്റാണ്. ജീവിതം പോയി, ഭാവി പോയി, അല്ലേ? ജന്മനാ അന്ധനാകുന്നതിനേക്കാൾ 1000 മടങ്ങ് വിഷമവും വേദനയുമാണ് 30 വയസ്സ് വരെ ലോകം കണ്ട മനുഷ്യൻ 30-ാം വയസ്സിൽ ഒറ്റ ദിവസം കൊണ്ട് കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടാൽ അത് സ്തോത്രം ഭയാനകമാണ്, ഏറ്റവും വലുതാണ്. മൊത്തത്തിൽ ആൾ ഡിമ്മായിപ്പോയി. അങ്ങനെ യൂദയുടെ വീട്ടിൽ അറയ്ക്കകത്തിരിക്കുക. ഒരു ദിവസം ഇരുന്നു, 3 ദിവസം ഇരുന്നെന്ന് 9-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. അവൻ 3 ദിവസം കണ്ണ് കാണാതെയും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെയും ഇരുന്നു. 3 ദിവസമാണ് അവിടെ ഇരുന്നത്. 3 ദിവസം ഉപവാസമല്ലായിരുന്നു, 3 ദിവസവും പ്രാർത്ഥിക്കുകയല്ലായിരുന്നു. ഇവിടെ ഉപവാസമാണെങ്കിൽ ഉപവാസം എന്ന് എഴുതിയാനെ, പ്രാർത്ഥിച്ചാൽ തിന്നില്ല കുടിച്ചില്ല കണ്ണ് കണ്ടില്ല, അവിടെ ഇരിക്കുക. നീ എന്ത് ചെയ്യുമെന്നറിയില്ല, എന്താകുമെന്ന്. യേശു പറഞ്ഞു പട്ടണത്തിലേക്ക് ചെല്ല, അവിടെ വെച്ച് പറയാം, യേശുവിനെ കാത്തിരിക്കുക. 1 ദിവസം 2 ദിവസം പിന്നിട്ടു. എൻ്റെ അനുമാനം ശരിയാണെങ്കിൽ 3-ാമത്തെ ദിവസം പൗലോസ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. 11-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചത് അങ്ങനെയാണ്. കൊർന്നല്യോസിനെ വിളിച്ചിട്ട് പറയുന്നു, നേർവീതി എന്ന തെരുവിലേക്ക് ചെല്ലുക, അവിടെ തർസോസുകാരനായ ശൗലിനെ അന്വേഷിക്കുക, അവൻ പ്രാർത്ഥിക്കുന്നു എന്ന് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞാൽ പിള്ളേർക്ക് മനസ്സിലാവുമോ? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് പറഞ്ഞാൽ മനസ്സിലാവും? ഇല്ല. എല്ലാവരും ഒരുപോലെയാണ്. അവർ സമരത്തിലാണ്. ഇയാളെ പ്രസംഗിക്കാൻ വിളിച്ചു, എന്നെങ്കിലും പറഞ്ഞിട്ട് പോടേ. സ്തോത്രം. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല എനിക്ക്. എന്ന് പറഞ്ഞാൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അവൻ പ്രാർത്ഥിച്ചു എന്നായിരുന്നെങ്കിൽ ഇന്നലകളിൽ പ്രാർത്ഥിച്ചു തന്നെ, പ്രാർത്ഥിച്ചോളൂ എന്നാണെങ്കിൽ ഭാവിയായി. ഇപ്പം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്,
ഒരു സഭ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലത് നടക്കുന്നുണ്ട്. ഒരു മനുഷ്യൻ കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലത് നടക്കുന്നുണ്ട്. നീ അറിയാതെ ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഈ പ്രാർത്ഥനയിൽ പാസ്റ്ററെ പേടിച്ചോ, വെറുതെ വന്ന് പങ്കെടുക്കുന്നവർക്ക് ഈ ദൂതൊരു പ്രയോജനമില്ല. പക്ഷെ ഈ പ്രാർത്ഥനയ്ക്കകത്ത് ചില കാര്യങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ ഈ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിനക്ക് വേണ്ടി ദൈവം ചിലത് ചെയ്യുന്നുണ്ട്, ചിലത് സംഭവിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ആ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ? ആദ്യത്തത്, ഒന്നാമത്തെ കാര്യം 11-ാം വാക്യത്തിൽ തന്നെയുണ്ട്. 11-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അവൻ അനന്യാസിനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ എഴുന്നേറ്റ് നേർവീതി എന്ന തെരുവിൽ ചെന്ന് യൂദയുടെ വീട്ടിൽ തർസോസുകാരനായ ശൗലെന്ന് പേരുള്ളവനെ അന്വേഷിക്കുക. ഒന്നാമത്തെ കാര്യം, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് പ്രാർത്ഥിക്കുന്നവനെ അന്വേഷിക്കാൻ ഒരാളെ നിയോഗിച്ചു. സ്തോത്രം. അങ്ങനെയല്ല എഴുതിയത്. നീ അവൻ്റെ കൂടെ പോയിരുന്ന് പ്രാർത്ഥിക്കാനല്ല പറഞ്ഞത്, അവൻ നന്നായിട്ടാണോ പ്രാർത്ഥിക്കുന്നതെന്ന് നോക്കാനല്ല. അങ്ങനെ ചില സാറന്മാർ സഭയിലുണ്ട്. പ്രാർത്ഥിച്ചപ്പോൾ എത്ര ഹല്ലേലൂയ പറഞ്ഞു, പ്രാർത്ഥിച്ചപ്പോൾ എത്ര സ്തോത്രം പറഞ്ഞു, ഇത് നോക്കാൻ വേണ്ടി. അതിനു വേണ്ടിയിട്ടാണോ വിട്ടത്? അല്ല. അവൻ്റെ കൂടെ പോയിരുന്ന് പ്രാർത്ഥിക്കാനാണോ പറഞ്ഞത്? അതുമല്ല. പിന്നെ അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, നീ കൂടെ പോയിരുന്ന് പ്രാർത്ഥിക്കുക, അന്യഭാഷ പറയുമൊന്നും വേണ്ട, പ്രാർത്ഥിക്കുന്നവനെ അന്വേഷിക്കുക എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഒരു ഉത്തരവാദിത്തത്തെ ഏൽപ്പിക്കുകയാണ്. നീ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിന്നെ അന്വേഷിക്കാൻ ആരുമില്ലെങ്കിലും സ്വർഗം ആളെ നിയമിക്കും. ഈ സഭ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതൊരു പ്രഹസനമല്ലെങ്കിൽ, ഞാൻ ചില വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ പിണങ്ങരുത്, കാര്യമായിട്ട് മനസ്സിലാക്കണം. ഈ പ്രദേശത്ത് എല്ലാവരും യോഗം നടത്തുന്നവരാ. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ യോഗം നടത്തുമ്പോൾ നമ്മൾ യോഗം നടത്തിയില്ലെങ്കിൽ ഒരു മോശം അല്ലേന്ന് ഓർത്തുകൊണ്ട് വാൾ പോസ്റ്റ് അടിച്ചതാണെങ്കിൽ നിങ്ങളൊരു 9 മണി വരെ സഹിച്ചിരിക്കുക, ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് പൊക്കോളാം. അതല്ല, ഈ പ്രാർത്ഥന ഗൗരവമായി കാണുന്നുണ്ടെങ്കിൽ, ഇതിനകത്ത് ചില കാര്യങ്ങൾ ഇന്ന് ആമുഖത്തിൽ പറഞ്ഞതുപോലെ ചിലത് തെളിഞ്ഞു വരുമെന്ന് ബോധമുണ്ടെങ്കിൽ, ചിലരിതിനകത്ത് പൊങ്ങി മുളച്ചു വരുമെന്ന് ബോധ്യമുണ്ടെങ്കിൽ, ഒരു പ്രാർത്ഥന കൊണ്ടൊരു ശുഭകാലം ആരംഭിക്കുമെന്ന് ബോധ്യമുണ്ടെങ്കിൽ, ഒറ്റ പ്രാർത്ഥന മതി സ്റ്റാൻഡേർഡ് മാറാൻ എന്ന് ബോധ്യമുണ്ടെങ്കിൽ, ഈ പ്രാർത്ഥന കൊണ്ട് എൻ്റെ നിലവാരത്തിനും ഗ്രേഡിനും മാറ്റം വരുമെന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ, ഇതിനകത്ത് വെച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ ഞായറാഴ്ച ഞങ്ങൾ കർത്തൃമേശ എടുക്കുന്നതിനേക്കാൾ മുമ്പ് ദൈവം കൈകാര്യം ചെയ്തിരിക്കുമെന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ, അവരോട് പറയാം അങ്ങനെ നീറി പ്രാർത്ഥിക്കുന്നവരെ അന്വേഷിക്കാൻ. നിന്റെ വീട്ടിൽ ആരുമില്ലെങ്കിലും, നിന്റെ സഭയിൽ ആരുമില്ലെങ്കിലും, സർവശക്തനായ ദൈവത്തിൻ്റെ കയ്യിൽ ആളുണ്ട്. നീ ഇതിനു മുമ്പ് ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ചിലരെ എൻ്റെ കർത്താവ് നിന്റെ കാര്യം അന്വേഷിക്കാൻ, പ്രാർത്ഥിക്കുന്ന നിന്റെ വിഷയത്തെക്കുറിച്ചൊന്ന് തിരക്കാൻ, നിന്റെ കുഞ്ഞിനെ കുറിച്ചൊന്ന് അന്വേഷിക്കാൻ, നീ അകപ്പെട്ടിരിക്കുന്ന വിഷയത്തെക്കുറിച്ചൊന്ന് കൈകാര്യം ചെയ്യാൻ, അതിനെ ഒന്ന് ചർച്ച ചെയ്യാൻ, ആ കാര്യം സംസാരിക്കേണ്ടവരോട് സംസാരിക്കാൻ, അന്വേഷിക്കാൻ സ്വർഗസ്ഥനായ ദൈവം ചിലരെ പറഞ്ഞേൽപ്പിക്കും പ്രാർത്ഥിക്കുമ്പോൾ. ഹല്ലേലൂയ. യഥാർത്ഥ പ്രാർത്ഥനയായി നമ്മുടെ പ്രാർത്ഥനകൾ മാറിയാൽ നമ്മുടെ ആത്മീക ജീവിതം നല്ല ത്രില്ലായി മാറും. ഇപ്പോൾ ഒരു കണക്കിന് വൈകുന്നേരം വരെ പറയണം, നമുക്കൊരു സ്തോത്രം പോലും പറയാൻ തോന്നാത്തത് ഇതിനകത്തൊരു ത്രില്ലും ഇല്ലാത്തതുകൊണ്ടാണ്. നമുക്കറിയാം സ്തോത്രം വലിയ ത്രില്ലൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളിങ്ങനെ വന്ന് സ്തോത്രം മയിൽക്കുറ്റി ഇരിക്കും പോലെ ഇരിക്കുന്നത്. പക്ഷേ ആത്മീക ഒരു ത്രില്ലായി മാറിയാൽ നമ്മുടെ കാലുകൾ തറയിൽ ഉറക്കില്ല, നമുക്ക് വീട്ടിലിരിക്കാൻ പറ്റില്ല, നമുക്ക് ഒതുങ്ങാൻ പറ്റില്ല, ഇവിടെ വന്നിരുന്ന് കാഴ്ചക്കാരാകാൻ പറ്റില്ല. ക്രിസ്തീയ ജീവിതത്തിൻ്റെ മാഹാത്മ്യം തിരിച്ചറിയാൻ തുടങ്ങിയാൽ, പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ മാധുര്യം അനുഭവിക്കാൻ തുടങ്ങിയാൽ, പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ ട്രാക്കിലേക്ക് നമ്മൾ വീണാൽ, പ്രാർത്ഥനയിൽ സ്വർഗം ഇടപെടാൻ തുടങ്ങിയാൽ, പ്രാർത്ഥിക്കുന്നവനുമായിട്ട് ദൈവം ഒരു കമ്മ്യൂണിക്കേഷനിലായാൽ, പ്രാർത്ഥിക്കുന്നവനും ദൈവമായിട്ടൊരു ടൈപ്പിലെത്തിയാൽ, പിന്നെ അവൻ പ്രാർത്ഥനാ മുറിയിൽ നിന്ന് എഴുന്നേക്കത്തില്ല, പ്രാർത്ഥനയിൽ അത്ഭുതങ്ങളെ കാണാൻ തുടങ്ങും.
എത്രയോ എത്രയോ പ്രാവശ്യം ഉപവാസങ്ങളിൽ ഞാനത് അനുഭവിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ സഭ അത് അനുഭവിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. പ്രാർത്ഥന ചില ദിവസങ്ങൾ പിന്നിട്ട് കഴിയുമ്പോൾ ദൈവം അത് കൈയേൽക്കും. കർത്താവ് ചിലരോട് കൽപ്പിക്കാൻ തുടങ്ങും. ചിലരെ യേശോത്ര നമ്മൾ അറിയാത്തവർ ദൈവം പറഞ്ഞു വിട്ടതാണെന്ന് പറഞ്ഞ് വരാൻ തുടങ്ങും. അങ്ങനെ ദൈവത്തിൻ്റെ കാര്യങ്ങൾ നിറവേറാൻ തുടങ്ങും. നമ്മൾ ചിലത് നിറവേറ്റാൻ തുടങ്ങും. ഇതാ ഇന്ന് രാത്രി സ്വർഗം നിന്നോട് പറയുന്നു, നിന്നെ അന്വേഷിക്കാൻ ദൈവം ചിലരെ ഏൽപ്പിക്കാൻ പോകുകയാണ്. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? നിന്നെ അന്വേഷിക്കാൻ പ്രാർത്ഥനയെ പങ്കെടുക്കുന്നവരെ അല്ല, പ്രാർത്ഥനാ യോഗത്തിന് ഇടയ്ക്കിടയ്ക്ക് വരുന്നവരെ അല്ല, പ്രാർത്ഥിക്കുന്നവരെ തിരക്കാൻ അന്വേഷിക്കാൻ സ്വർഗസ്ഥനായ ദൈവം ചിലരെ ഏൽപ്പിക്കാൻ പോകുകയാണ്. ഇന്ന് രാത്രി മുതൽ സ്വർഗം അത് ചെയ്യും. നിന്റെ ഫോൺ കോളുകളിൽ നീ പരിശോധിക്കണം. സ്വർഗം പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞ് അമിത വിശ്വാസം ഉണ്ടെങ്കിൽ ചിലരെ ദൈവം നിന്നെ വിളിക്കാൻ പറയും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കരമുയർത്തി ഒന്ന് സ്തോത്രം ചെയ്തേ. നല്ല സ്തോത്രം പറഞ്ഞേ. നല്ല ഒന്നാം തരം സ്തോത്രം ഇരിക്കുന്നുണ്ട്. നാളെ പാസ്റ്റർ PC ചെറിയാൻ വരുമ്പോൾ പറയാനിരിക്കുക. സ്തോത്രം. പാവപ്പെട്ട ഞാൻ വന്നപ്പോൾ വെറും നനഞ്ഞ പടക്കം. ഒന്നാം തരം സ്തോത്രം കയ്യിലിരിക്കുന്നുണ്ട്, പക്ഷെ പറയുകയല്ല. ഒന്നോടെ കരമുയർത്തി ശക്തിയോടെ സ്തോത്രം പറഞ്ഞേ. കണ്ടോ, ഇതിൽ കുറഞ്ഞൊരു സ്തോത്രം ഇനി പറഞ്ഞേക്കരുത്. ഇത്രയും നല്ല സ്തോത്രം നമ്മുടെ കയ്യിലിരിക്കുന്നുണ്ട്. ഇതാ കയ്യിൽ വെച്ചോണ്ട് ചുമ്മാ കർത്താവിനെ പറ്റിക്കരുത്. പറഞ്ഞതായിരിക്കണം. സ്തോത്രം. പ്രാർത്ഥിക്കുമ്പോൾ ഒന്നാമത്തെ കാര്യം, പ്രാർത്ഥിക്കുന്നവനെ അന്വേഷിക്കാൻ ദൈവം ചിലരെ നിയോഗിക്കും. രണ്ടാമത്തെ കാര്യം നമുക്ക് വായിക്കാം. 12-ാം വാക്യം. അനന്യാസ് എന്നൊരു പുരുഷൻ നോക്കൂ, ഇപ്പോഴും പൗലോസ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശുക്രിസ്തു അനന്യാസും കൂടിയാണ് സംസാരിക്കുന്നത്. പൗലോസ് ഇപ്പോഴും അങ്ങ് ദൂരെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പൗലോസ് ഇത് അറിയുന്നില്ല. പൗലോസ് പ്രാർത്ഥിക്കുന്നവനെ ചൊല്ലി കർത്താവ് വേറൊരുത്തിനോട് സംസാരിക്കുന്ന വിവരം പ്രാർത്ഥിക്കുന്നവൻ അറിയുന്നില്ല. അപ്പോൾ കർത്താവ് അനന്യാസിനോട് പറയുകയാണ്, അനന്യാസ് എന്നൊരു പുരുഷൻ അകത്തു വന്ന് കാഴ്ച പ്രാപിക്കേണ്ടതിന് അവൻ്റെ മേൽ കൈവയ്ക്കുന്നത് അവൻ കണ്ടിരിക്കുന്നു. ആര് കണ്ടു? കർത്താവ് കണ്ടെന്നാണോ? അല്ല, പിന്നെ ശൗൽ. ഈ പ്രാർത്ഥിക്കുന്നവൻ കണ്ടെന്നല്ലേ പറയുന്നേ. എപ്പോഴായിരിക്കും ഇത് കണ്ടത്? യെരുശലേമിൽ നിന്ന് ഈ സഭയെ മുടിക്കാൻ വേണ്ടി അധികാരപത്രം കൊണ്ട് വന്നപ്പോഴേ അവിടെ നിന്നേ കണ്ടുപോകുന്നതാണോ? അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അവിടെ നിന്നേ കണ്ടുപോകുന്നതാണോ? അല്ല. പിന്നെ എപ്പോഴാണ് കാണാൻ സാധ്യത? ഈ പ്രാർത്ഥിച്ചപ്പോഴാണ് കാണാൻ സാധ്യത. അപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ രണ്ടാമത്തെ കാര്യം ഞാൻ പറയാം. 2 കണ്ണും പോയിരിക്കുകയല്ലേ, ഒരു പ്രശ്നമല്ലേ അത്? ആ പ്രശ്നം എങ്ങനെ പരിഹരിക്കുമെന്ന് ഒന്നുകൂടെ കേട്ടോ. ആ പ്രശ്നം എങ്ങനെ പരിഹാരമുണ്ടാകുമെന്ന് ആരാണ്ടും അവൻ്റെ അടുക്ക വന്ന് തലേ കൈവച്ച് പ്രവചിച്ചതല്ല, അവൻ തന്നെ കാണുകയാണ്. പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഒരു കാര്യം പറയാം, നിന്റെ വിഷയത്തിന് എങ്ങനെ മറുപടി ഉണ്ടാകുമെന്ന് കാസർഗോട്ട് നിന്ന് ഒരാളെ വണ്ടിക്കൂലി കൊടുത്ത് ഇവിടെ കൊണ്ടുവന്ന് തത്തെ കൊണ്ട് കൂടിടിപ്പിക്കും പോലെ പറയിപ്പിക്കുകയല്ല. നീ പ്രാർത്ഥിച്ചാൽ നിനക്കത് വെളിപ്പാടായി കിട്ടും. ഇവൻ കാണുകയാണ്, എനിക്കൊരു വിടുതൽ ഉണ്ടാകും, എൻ്റെ ഈ വിഷയത്തിന് പരിഹാരം ഉണ്ടാകും, എൻ്റെ കണ്ണെല്ലാ കാലവും അടഞ്ഞിരിക്കില്ല, ഞാൻ അന്ധനായി മരിക്കേണ്ട വരില്ല, ഞാൻ അന്ധനായി ഒരു മുറിക്കകത്ത് ഒതുങ്ങത്തില്ല. ഇത് നിന്നോട് ആര് പറഞ്ഞടാ? ഞാൻ കണ്ടു. പ്രാർത്ഥന ചുമ്മാ, ഞാൻ പറയുന്നത് ഒരു സഭാ ശുശ്രൂഷകനായതുകൊണ്ട് പറയാട്ടോ, പ്രാർത്ഥന വെറുതെ 7 പേർക്ക് അവസരം കൊടുക്കുന്ന ഒരു പ്രോഗ്രാമായി നിങ്ങൾ കാണരുത്. അതൊക്കെ ഈ കൂടെ നടക്കട്ടെ. പക്ഷെ നീ ഒറ്റക്കിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ കുഞ്ഞിൻ്റെ വിടുതൽ എങ്ങനെ നടക്കുമെന്ന് നീ കാണണം. ആ ഒരു ലെവലിലേക്ക് ദൈവം ഇന്ന് രാത്രി കാര്യങ്ങളെ മാറ്റാൻ പോകുകയാണ്. ചില വിടുതലുകൾ കാണാൻ പോകുകയാണ്. വിടുതൽ നടന്നതിന് ശേഷമല്ല, എങ്ങനെ നടക്കുമെന്ന്.
എങ്ങനെ നടക്കുമെന്ന് ഇപ്പോഴും നമുക്കറിയില്ല. നമ്മൾ മുഴുവൻ തപ്പിക്കൊണ്ട് നടക്കുക. എനിക്കെതിരെ ആരെങ്കിലും കൂടോത്രം ചെയ്തതാണോ പാസ്റ്ററെ, ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പറയാമോ പാസ്റ്ററെ, തപ്പിക്കൊണ്ട് നടക്കുക. അയാളും മിടുക്കനാണെങ്കിൽ ഉള്ള കാശ് മുഴുവൻ ഊറ്റിയെടുക്കും. വീട്ടിൽ നിന്ന് ഇറങ്ങി പോയാൽ ഒരു മുറി മിക്കവാറും പിള്ളേക്ക് ഏലീശയ്ക്ക് പണിത് കൊടുത്തോളം പണിത് കൊടുക്കണേ വരെ അവസാനം. അതിനേക്കാൾ നല്ലത് ഈ പ്രാർത്ഥന കാണ്. ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവൻ തന്നെ കാണുകയാണ്, ഒരു മനുഷ്യൻ വരും, അവൻ്റെ പേരിന്നതായിരിക്കും, അവൻ വന്നിട്ട് എൻ്റെ മേൽ കൈവയ്ക്കും, എൻ്റെ മേൽ കൈവയ്ക്കുന്ന മാത്രയിൽ എൻ്റെ കണ്ണിൻ്റെ കാഴ്ച മടങ്ങി വരും. ഇന്ന് രാത്രി 5 കൊല്ലമായിട്ട് അനുഭവിക്കുന്ന വിഷയം എങ്ങനെ പരിഹാരമുണ്ടാകും എന്ന് പലരോട് ചോദിച്ചിട്ട് പറയാത്ത വിഷയം ഇനി ആരോട് ചോദിക്കുമെന്ന് ഓർത്തിരിക്കേണ്ട. ഇനി ആരോട് ചോദിച്ചാലും ഉത്തരം കിട്ടത്തില്ല. അതിനൊരു വഴിയേ ഉള്ളൂ. ദൈവം നിന്റെ കണ്ണുകളെ തുറന്ന്, അകക്കണ്ണുകളെ തുറന്ന് നീ പ്രാർത്ഥിക്കുമ്പോൾ നിനക്ക് തന്നെ വെളിപ്പാട് തരും. നിനക്ക് തന്നെ വെളിപ്പാട് തരും. എങ്ങനെ ഈ കാര്യം നടക്കും, എങ്ങനെ ഇതിന് വിടുതലുണ്ടാകും. ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ടാകണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? കർത്താവേ, എൻ്റെ ജീവിതത്തിനകത്ത് ഇങ്ങനെ ഒരു കാര്യമുണ്ട്, ഈ കാര്യത്തിനകത്ത് എങ്ങനെ പരിഹരിക്കുമെന്നറിയില്ല. സ്തോത്രം. എങ്ങനെ ഇത് നടക്കുമെന്നറിയില്ല. അതിന് ദൈവമായ കർത്താവ് കാര്യങ്ങളെ നടത്തണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അത് കാണിച്ചു തരാൻ കർത്താവ് ശക്തനാണ്. കൃത്യമായി കാണിച്ചു തന്നു. ഒരു മനുഷ്യൻ വരും, അവൻ എൻ്റെ മേൽ കൈവയ്ക്കും. അത് കാണാൻ ദൈവമായ കർത്താവ് ഇടയാക്കണം. ഈ പ്രാർത്ഥനയിൽ ഇന്ന് തിങ്കൾ ചൊവ്വ ബുധൻ 3 നാളെ മുതൽ മുന്നോട്ട് പോകുമ്പോൾ നീ രാത്രി കിടന്ന് പ്രാർത്ഥിച്ചിട്ട് കിടക്കുമ്പോൾ നീ ഒരു കാഴ്ചപ്പാട് കാണണം. നിൻ്റെ വീട്ടിലേക്ക് ഒരാൾ വരുന്നു. ആ വരുന്നയാൾ വെറുതെ അല്ല വരുന്നത്, നിൻ്റെ വിഷയം പരിഹരിക്കാൻ വരുന്നതാണ്. കല്യാണം നടക്കാത്ത നിൻ്റെ കുഞ്ഞിനെ വിവാഹം കഴിക്കാൻ വേണ്ടി വരുന്ന ആ മകനെ നീ ദർശനത്തിൽ കാണണം, വരുമെന്ന് കാണണം. അതിന് ആരോടും ചോദിക്കാതെ തെക്കുന്ന് വന്നാണോ വടക്കുന്ന് വന്നാണോ, ശ്രോത്രം കഷണ്ടി ഉള്ളവനാണോ മീശി ഉള്ളവനാണെന്ന് പറഞ്ഞ് വേണ്ടാത്തൊക്കെ പറഞ്ഞ് വെറുതെ പെങ്കൊച്ചനെ ചിറ്റിക്കരുത്. അതിനൊക്കെ നല്ലത് നീ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന സമയത്ത് സ്വർഗസ്ഥനായ ദൈവം അവൻ കാണിക്കും. നിന്നെ ചില കാര്യങ്ങൾ വ്യക്തമായി കാണും. ഇപ്പൊ പൗലോസ് സ്നാനപ്പെട്ടിട്ടില്ല. പൗലോസ് ഇപ്പോൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച അപ്പോസ്തലനായിട്ടില്ല. കർത്താവ് ഒന്ന് തൊട്ടൊരു മൂലയിൽ ഇരുത്തിയിട്ടേ ഉള്ളൂ. അപ്പം പ്രാർത്ഥിച്ചപ്പോൾ ഇത്രയും നടന്നെങ്കിൽ ദൈവത്തിൻ്റെ മക്കളാണെന്ന് അവകാശപ്പെട്ട് ദൈവത്തിൻ്റെ സന്നിധിയിലിരിക്കുന്ന നമ്മൾ പ്രാർത്ഥിച്ചാൽ നടക്കാതിരിക്കുകയോ? നമ്മൾ അറിഞ്ഞിട്ട് പ്രാർത്ഥിച്ചാൽ നടക്കും. ഇപ്പോൾ ഒരു സത്യം നമ്മൾ അറിയുക, പ്രാർത്ഥനയെന്ന് പറയുന്നത് 9 മണി ആക്കുന്നൊരു പ്രോഗ്രാം അല്ല. ഇതിനകത്ത് ചില കാര്യങ്ങൾ ദൈവം ചെയ്തു തരികയാണ്. ദർശനത്തിൻ്റെ മേഖലകൾ തുറക്കുകയാണ്, കാഴ്ചപ്പാടിൻ്റെ മേഖലകൾ തുറക്കുകയാണ്, ചില വെളിപ്പാടിൻ്റെ മേഖലകൾ തുറക്കുകയാണ്, ആശങ്കകൾ തീരുകയാണ്, ചില കാര്യങ്ങൾ കാണാൻ തുടങ്ങുകയാണ്. വേറൊരുത്തൻ പറയാൻ പോകുകയല്ല, നീ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ സ്വർഗം നിന്നെ കാണിക്കാൻ പോകുകയാണ്. നിനക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ദൈവം നിന്നെ കാണിക്കാൻ പോകുകയാണ്. നിന്റെ വീട്ടിലേക്ക് നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ദൈവം നിന്നെ നേരിട്ട് കാണിക്കാൻ പോകുകയാണ്. നിന്റെ സഭയിൽ വരുന്നവരെ, നിന്റെ സഭയിൽ നടക്കേണ്ട കാര്യങ്ങളെ സ്വർഗം നിന്നെ കാലേ കൂട്ടി കാണിക്കുന്ന ഒരു ലെവലിലേക്ക് പ്രാർത്ഥനയുടെ ഗ്രേഡിനെ ഇന്ന് രാത്രിയിൽ മാറ്റുകയാണ്. ഹല്ലേലൂയ. റിഖമാന ശന്ദരദരദ. മൂന്നാമത്തെ കാര്യം പറയാം. മൂന്നാമത്തെ കാര്യം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ മൂന്നാമത്തെ കാര്യം പറയാം. മൂന്നാമത്തെ കാര്യം 13-ാം വാക്യത്തിലാണ്. ഇവിടെയും നിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവരൊക്കെയും പിടിച്ചു കെട്ടുവാൻ അവന് മഹാപുരോഹിതന്മാരുടെ അധികാരപത്രമുണ്ടെന്ന് പറഞ്ഞു. കർത്താവ് അവനോട് നീ പോക മതി. ഇനി ഞാൻ പറഞ്ഞ് ഏൽപ്പിക്കാം, കേട്ടെ. യേശുക്രിസ്തു അനന്യാസിനോട് പറയുകയാണ്, പെട്ടെന്ന് എഴുന്നേറ്റ് വേഗം നീ എല്ലാ പരിപാടിയും ക്യാൻസൽ ചെയ്തിട്ട് വേഗം നീ നേർവീതിയിൽ ചെന്ന് യൂദയുടെ വീട്ടിൽ തർസോസുകാരനായ ശൗലെന്ന് പേരുള്ളവനെ അന്വേഷിക്കുക. അനന്യാസ് എന്ന് പറയുന്ന ഒരുത്തനകത്ത് ചെന്ന് അവൻ്റെ മേൽ കൈവയ്ക്കുമ്പോൾ അവൻ കാഴ്ച പ്രാപിക്കുമെന്ന് അവൻ കണ്ടിരിക്കുന്നു. അതിന് നീ അവിടെ വരെ ചെല്ലണം.
എന്ന് അനന്യാസിനോട് പറഞ്ഞപ്പോൾ ഈ അനന്യാസ് പറയുകയാണ്, ഉയ്യോ കർത്താവേ, അവൻ ആരാന്നറിയാമോ? അവൻ നമ്മുടെ സഭയെല്ലാം മുടിപ്പിച്ചവനാ. ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നത് എന്തിനാന്നറിയാമോ? അവൻ്റെ ഒരു അധികാരപത്രമുണ്ട്, പിടിച്ചു കെട്ടാൻ വേണ്ടിയാ വന്നിരിക്കുന്നേ എന്നല്ലേ പറഞ്ഞേ? പറഞ്ഞതിൻ്റെ അർത്ഥം എന്നാ? അങ്ങനെ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കി തരേണ്ടതാണല്ലോ എൻ്റെ പരിപാടി. പാസ്റ്റർ ഇവിടെ കമ്മിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്ന് അറിയാമല്ല, പക്ഷെ എന്നാലും ഇവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഉദാഹരണം പറയുകയാണ്. പാസ്റ്റർ ഈ ഉപവാസ പ്രാർത്ഥനയിൽ 6 ദൈവദാസന്മാരെ വിളിക്കാൻ വേണ്ടി ആഗ്രഹിക്കുക. അപ്പോൾ ഷാജി എംപോളിനെ വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഇവിടുത്തെ ഒരു ചേട്ടൻ പറയുക, ഷാജി എംപോളിനെയോ? പുള്ളി ആരാന്ന് പാസ്റ്റർക്ക് അറിയാമോ? പുള്ളിയെക്കുറിച്ച് വല്ല അന്വേഷിച്ചിട്ടാണോ? അത്രയും പറഞ്ഞാൽ മതി. അത്രയും പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്നാ? എന്നെ വിളിക്കാനാണോ വിളിക്കാതിരിക്കാനാണോ? നിങ്ങളും മിണ്ടുന്നില്ലല്ലോ. വിളിക്കാതിരിക്കാനാണല്ലോ. അത്രയും പറഞ്ഞാൽ മതി. സെബിലിനെ അത്രയും പറഞ്ഞ അർത്ഥം എന്താ? പുള്ളിയെക്കുറിച്ച് അറിഞ്ഞിട്ടാണോ പാസ്റ്റർ വിളിക്കാൻ എന്ന് ചോദിച്ചാൽ എന്തായി? പിന്നെ പാസ്റ്റർ വിളിക്കുമോ? അല്ല. യേശു ക്രിസ്തുവിനോട് പറയുക, പുള്ളി ആരാന്നറിയാമോ? പുള്ളി ഇവിടെ വന്നതിനാന്നറിയാമോ എന്ന് ചോദിച്ചതിൻ്റെ ഉദ്ദേശം വിടുവിക്കാനോ വിടുവിക്കപ്പെടാതിരിക്കാനോ? വിടുവിക്കാതിരിക്കാൻ. അപ്പൊ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശുക്രിസ്തു ഇടപെട്ടുകൊണ്ടിരിക്കുന്നതിന് കയറി നീ വിടുവിക്കപ്പെടാതിരിക്കാനുള്ള പരിപാടി വിടുവിക്കേണ്ടവൻ തന്നെ ചെയ്തു വെക്കും ചിലപ്പോ. അതല്ലേ ഇപ്പൊ നടന്നത്? അല്ല നല്ല അയ്യോ എൻ്റെ കർത്താവേ ഞാൻ പൊക്കോളാമേ, അയ്യോ ഞാനൊരു 3 വർഷമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, ഈ മനുഷ്യൻ്റെ പേര് വെച്ച് ഞാൻ തന്നെ പൊക്കോളാമേ എന്നാ പറഞ്ഞിരുന്നെങ്കിൽ നമുക്കറിയായിരുന്നു ഇവൻ നല്ല ഹൃദയത്തോടെ പോകുന്നതെന്ന്. അതിന് പകരം കർത്താവിന് വേറെ പണിയൊന്നുമില്ല. ഇവൻ ആരാന്നറിയാമോ? ഇവനോടെ കിടക്കട്ടെ കുറേ നാൾ, അവൻ പഠിക്കട്ടെ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം തൽക്കാലം ഒന്നും ഇവൻ വിടുവിക്കപ്പെടരുത് എന്നല്ലേ? സ്തോത്രം. ഇന്ന് രാത്രികാലം കേട്ടോ, ദൈവം നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരാൻ, നിന്നെ എങ്ങനെയെങ്കിലും കിടക്കുന്നിടത്തുനിന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കാൻ, നിന്റെ കുഞ്ഞുങ്ങളെ ഒന്ന് ഉയർത്താൻ, നിന്നെ ഒന്ന് ശുശ്രൂഷയുടെ കളത്തിലേക്ക് ഇറക്കാൻ കർത്താവ് ചില കാര്യങ്ങൾ ചെയ്തു വരുമ്പോൾ അതിന് ത്വരങ്കം വെക്കാൻ പുറത്തുനിന്നല്ല അകത്തുനിന്ന് തന്നെ ചിലർ എഴുന്നേറ്റ് നിൽക്കും. നീ ദർശനത്തിൽ കണ്ട് നിന്റെ അടുക്ക വരണ്ടവനെ തന്നെ സാത്താൻ ചിലപ്പോൾ തല തിരിച്ചു കളഞ്ഞെന്നിരിക്കും. സ്തോത്രം. തല തിരിച്ചു കളഞ്ഞെന്നിരിക്കും. കാരണം ഞാനിത് വായിച്ചപ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്, ഇയാൾ പറയുകയാണ്, ഇയാൾക്കുടെ തെളിവൊന്നുമില്ല, ഇയാൾ പറയുന്നതെന്നറിയാമോ? ഇവനിങ്ങനത്തവനൊക്കെ ആണെന്ന് വിശുദ്ധന്മാർക്ക് എത്ര ദോഷം ചെയ്യുന്നു പലരും പറഞ്ഞ് ഞാൻ കേട്ടിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഇവൻ മലയാളിയാണ്. കാരണം സ്തോത്രം, ഇവരോട് ആരോട് ചോദിച്ചാൽ നീ കേട്ടോ? ഇല്ല. നിന്റെ തെളിവുണ്ടോ? ഇല്ല. പിന്നെ എല്ലാവരും പറഞ്ഞ് ഞാൻ കേട്ടതാണ്. എന്നാൽ ഒരാളുടെ പേര് പറ, അത് പറയുകയല്ല. അങ്ങനെയുള്ള ആൾക്കാരില്ല. അപ്പം ഈ പുള്ളി ആ ടൈപ്പാ. പലരും പറഞ്ഞു. യേശുക്രിസ്തു മലയാളി ആകാതിരുന്നത് ഞാൻ പ്രത്യേകം സ്തോത്രം ചെയ്തു. കാരണം എന്നാ, കർത്താവ് മലയാളിയായിരുന്നു എന്ത് പറഞ്ഞാനെ? എന്നിട്ടോടി, അയ്യോ ഞാൻ അറിഞ്ഞില്ല, എന്നിട്ട് ഇങ്ങനെ ചോദിച്ച് അവൻ്റെ വഴി അടച്ചേനെ. പക്ഷെ യേശു അങ്ങനെയല്ല പറഞ്ഞത്. യേശു പറഞ്ഞു, കർത്താവ് അവിടെ പറഞ്ഞ വാക്ക് കണ്ടോ? പിടിച്ചു കെട്ടുവാൻ അധികാരപത്രമുണ്ടെന്ന് പറഞ്ഞു. കർത്താവ് അവനോട് നീ പോക. അതെങ്ങനെയായിരിക്കും യേശു പറഞ്ഞത്? നിങ്ങൾക്ക് അതിനെ ഒന്ന് ആ ഡയലോഗ് ഒരു നാടകവേദിയിൽ കാണുന്ന പോലെ കാണാം. യേശു എങ്ങനെയായിരിക്കും അനന്യാസിനോട് പറഞ്ഞത്? ഇത് കേട്ടോണ്ട് നിൽക്കുമ്പോൾ യേശു എങ്ങനെയായിരിക്കും, യേശുവിൻ്റെ മുഖഭാവം യേശു എങ്ങനെയായിരിക്കും പറഞ്ഞത്? എൻ്റെ അനന്യാസെ ഒന്ന് പോടാ, അങ്ങനെ ആയിരിക്കുമോ? എനിക്ക് തോന്നുന്നില്ല. യേശു പൊട്ടിത്തെറിച്ച് കാണും, ഷൗട്ട് ചെയ്ത് പറഞ്ഞ് കാണും, കൂടുതലൊന്നും പറയണ്ട, പോടാ എന്ന സ്റ്റൈലിലാണ് യേശു പറഞ്ഞത്. ഞാൻ പറയാം, പ്രാർത്ഥന നിർത്താതിരുന്നാൽ നിന്റെ പ്രാർത്ഥനയുടെ മറുപടിക്കെതിരെ വ്യാപരിക്കുന്ന ശക്തിയോട് എൻ്റെ കർത്താവ് അതിനെ തട്ടിക്കളഞ്ഞിട്ട് അതിന് കാത് കൊടുക്കാതെ
ആരെ കൊണ്ട് നിന്റെ വിടുതൽ നടത്തണോ അവനെ തന്നെ ശാസിച്ച് നിന്റെ വീട്ടിലോ സഭയിലോ കയറ്റി വിഷയത്തിൽ ഇടപെടിച്ച് ആ കാര്യത്തെ പൂർണ്ണതയിലെത്തിക്കാൻ എൻ്റെ കർത്താവിന് കഴിയുമെന്ന് ഇന്ന് പ്രാർത്ഥിച്ചിരിക്കുന്ന ദൈവമക്കൾ അറിയണം. യേശുക്രിസ്തു പറഞ്ഞു, അയ്യോ അങ്ങനെയാണെങ്കിൽ പോകണ്ട, അവനവിടെ ഇരിക്കട്ടെ എന്നല്ല, അന്ന് അവനെ മറന്നേക്കാന്നല്ല. കർത്താവ് തൊട്ട വിഷയമാണെങ്കിൽ ആരൊക്കെ അതിന് എതിര് നിന്നാലും, ആരൊക്കെ അതിനെതിരെ അഭിപ്രായം പറഞ്ഞാലും എന്റെ കർത്താവ് അതിനെ തടയും. എന്റെ യേശു പറയും, നീ പോടാ. ഇന്ന് പകൽക്കാലം ആരോടോ പരിശുദ്ധാത്മാവ് പറയുന്നു, നീ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ഇറങ്ങുമ്പോൾ ചിലർ കയറി പറയും, ഓ അങ്ങനെയും ചെയ്യരുത്, നിനക്ക് എന്നെ അഭിഷേകമില്ല, നിനക്കെന്നെ കഴിവില്ല, അത് നീയല്ല ചെയ്യണ്ടേ. അങ്ങനെ പറയുന്നവനോട് കർത്താവ് പറയും, നീയോ ചെയ്യുന്നില്ല, അന്ന് ചെയ്യുന്നവനെ കൊണ്ടെങ്കിലും ചെയ്യിപ്പിക്കാൻ ഞാൻ ശ്രമിക്കുമ്പോൾ അതിന് കയറി വട്ടം നിന്നാൽ നിന്നെ ദൈവം കീറിക്കളയും. അതിനേക്കാൾ നല്ലത് സ്വർഗം ചിലത് ചെയ്യാൻ ചിലരെ ഏൽപ്പിക്കുമ്പോൾ, ചിലരെ പുറത്തു കൊണ്ടുവരാൻ, ആയിരക്കണക്കിന് സഭകൾ ആത്മാക്കളെ നേടേണ്ട, നൂറുകണക്കിന് സഭകൾ സ്ഥാപിക്കേണ്ട, സ്വർഗത്തിൽ നിന്ന് പ്രാപിച്ച് ദൈവസഭയ്ക്ക് കൊടുക്കേണ്ട മനുഷ്യനെ എങ്ങനെയെങ്കിലും പുറത്തു കൊണ്ടെന്ന് അവനെ ഉപയോഗിക്കാൻ വേണ്ടി ദൈവം നോക്കുമ്പോൾ അതിന് തടസ്സം നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ദൈവം ശാസിക്കും. ഈ പ്രാർത്ഥനയിൽ സഭയ്ക്കെതിരെ, സഭയുടെ ഉണർവിനെതിരെ, സഭയ്ക്കകത്തുനിന്ന് സുവിശേഷകന്മാർ പൊങ്ങി വരാതിരിക്കാൻ, അവരുടെ പ്രവർത്തന മേഖലകളെ തടയാൻ, അവർ ചെയ്യുന്ന കാര്യങ്ങൾക്കെതിരെ പറയാൻ, അവരെ പുച്ഛിക്കാൻ, അവരെ കൊച്ചായി കാണാൻ, അവരെ കളിയാക്കാൻ ആരൊക്കെ തലപൊക്കുന്നു അവരെ എല്ലാം യേശു ശാസിച്ചിരുത്തുന്ന പ്രാർത്ഥനയാണ് ഈ പ്രാവശ്യം നടക്കുന്ന പ്രാർത്ഥന. അതുകൊണ്ട് ദൈവമക്കൾ ഇന്ന് പകൽക്കാലം ഉല്ലസിച്ച് ആനന്ദിച്ച് സ്തോത്രം പറയണം. നീ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ദൈവം സാധ്യമാക്കും. പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്നെ ഒരു പൗലോസായി അവൻ പുറത്തിറക്കും, നിന്നെ ഒരു അധികാരിയായി പുറത്തിറക്കും. അതുകൊണ്ടാണ് നിനക്കെതിരെ ഈ തടസ്സമെല്ലാം വരുന്നത്. അതുകൊണ്ടാണ് നിനക്കെതിരെ എല്ലാവരും നിന്നെ വെറുക്കുന്നത്, നിന്നെ മാറ്റി നിർത്തുന്നത്, നിനക്കെതിരെ പറയുന്നത്. നീ എന്ത് ചെയ്യാൻ ആഗ്രഹിച്ചാലും അതിനെല്ലാം വട്ടം കയറി നിന്ന് നിന്റെ ആത്മാർത്ഥതയെ തടയുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ബ്രദറെ, നിന്നോട് ദൈവാത്മാവ് ഇടപെടുകയാ. നീ തോറ്റുകൊടുക്കരുത്, നീ തോറ്റുകൊടുക്കരുത്. നീ പുറത്തു വാ. നിന്നെ ദൈവം പുറത്തിറക്കാൻ പോവുക. നിന്റെ കയ്യിൽ ദൈവമായ കർത്താവ് കൃപ തരാൻ പോകുകയാ, നിന്റെ കയ്യിൽ ശുശ്രൂഷ തരാൻ പോകുകയാ. നീ നിമിത്തം ചില ജാതികള്, ചില പിശാചിനെ സേവിക്കുന്നവര് പുറത്തു വരാൻ പോകുകയാ. അതിന് ദൈവമായ കർത്താവ് ചില കാര്യങ്ങൾ ചെയ്തോണ്ടിരിക്കുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് മൂന്നാമത്തെ കാര്യം. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നടക്കുന്ന നാലാമത്തെ കാര്യം. 15-ാമത്തെ വാക്യം വായിച്ചേ. 15-ാമത്തെ വാക്യം. മതി. നാലാമത്തെ കാര്യം, അനന്യാസ് യേശുവിനോട് പറഞ്ഞത് ഈ പൗലോസ് ഇന്നലകളിൽ ആരായിരുന്നു എന്ന്. ഇന്നലകൾ അവൻ ആരായിരുന്നു? സഭയെ ഉപദ്രവിച്ചവനാണ്, അധികാരപത്രവുമായി നടന്ന് ഓരോരുത്തരെയും പിടിച്ചു കെട്ടാൻ നോക്കിയവനാണ്. അത് സത്യമാണ്, ഇല്ലാത്ത കാര്യമല്ല. ഇത് അനന്യാസ് പറഞ്ഞപ്പോൾ യേശുക്രിസ്തു അനന്യാസിനോട് പറയുകയാണ്, ഇന്നലെ വരെയും അവൻ ആരായിരുന്നു എന്ന് എനിക്കറിയണ്ട, നാളെ അവൻ ആരാകുമെന്ന് ഞാൻ പറയാം. അതല്ലേ വാക്കിൻ്റെ അർത്ഥം? നാളെ അവൻ ആരാകും? അവൻ എൻ്റെ നാമം രാജാക്കന്മാരുടെ മുമ്പിൽ വഹിക്കാൻ, ജാതികളുടെ മുമ്പിൽ വഹിക്കാൻ, യഹൂദന്മാരുടെ മുമ്പിൽ വഹിപ്പാൻ ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന പാത്രമാണവൻ. ഇന്നലെ അവൻ എന്തൊക്കെ ചെയ്തു, ഇന്നലെ അവന് ആരായിരുന്നു, ഇന്നലെ അവൻ എത്ര മോശക്കാരനായിരുന്നു, അതൊന്നും എനിക്ക് വിഷയമല്ല. ഞാൻ അവനെ തെരഞ്ഞെടുത്തു കഴിഞ്ഞു.
ഇനി ആരൊക്കെ എതിർത്താലും, ആരൊക്കെ ആരൊക്കെ വിമർശിച്ചാലും ഞാൻ അവനെ തെരഞ്ഞെടുത്തു കഴിഞ്ഞു. എത്ര പേർക്ക് ഇന്ന് രാത്രിക്കാലം ആ ദൂത് ഏറ്റെടുക്കാൻ പറ്റും? നിന്നെ ആരൊക്കെ നിന്ദിച്ചാലും നിന്നെ ദൈവം തെരഞ്ഞെടുത്തു കഴിഞ്ഞു. നിന്നെ ഒരു പദ്ധതിയിൽ പങ്കാളിയാക്കി കഴിഞ്ഞു. കർത്താവിൻ്റെ രക്തത്താൽ ജയമെടുത്തുകൊണ്ട് ബാക്കി ഞാൻ പറയാം. അതുകൊണ്ട് സ്വർഗം പറയും, നിന്നെ അവൻ തെരഞ്ഞെടുത്തെങ്കിൽ നാളെ നീ ആരാകുമെന്ന് ദൈവം പറയും. നിന്റെ സന്തതി ആരാകുമെന്ന് അവൻ പറയും. ഇന്നലെ വരെ ആരായിരുന്നു എന്നതല്ല ദൈവത്തിന് വിഷയം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നാളെ മുതൽ നീ ആരാകും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? എൻ്റെ ദൈവം എന്നെ ആരോ ആക്കാൻ പോകുകയാണ്. എൻ്റെ ദൈവം എനിക്ക് ചില പ്ലാറ്റ്ഫോമുകൾ ഒരുക്കാൻ പോകുകയാണ്. എൻ്റെ കർത്താവ് എന്നെ ചിലരുടെ മുമ്പിലേക്ക് അയക്കാൻ പോകുകയാണ്. സാധാരണക്കാരുടെ അല്ല, രാജാക്കന്മാരുടെ, ഉന്നതന്മാരുടെ വേദിയിലേക്ക്, അവരുടെ മുമ്പിൽ എനിക്ക് ദൈവ കൃപ തന്നെ വിടാൻ പോകുകയാണ്. എൻ്റെ മക്കളിൽ ഒരാളെ നിങ്ങൾ ആരുടെ പേര് പറഞ്ഞാണോ പ്രാർത്ഥിക്കുന്നത്, അവരെ ദൈവാത്മാവിൽ ഒരിക്കൽ കൂടി ആ പേര് പറഞ്ഞ് സ്തോത്രം ചെയ്യ്. നീ പ്രാർത്ഥിക്കുന്നത് ആരെയാണോ അവനെ ദൈവം ചിലരുടെ മുമ്പിലേക്ക് അയക്കാൻ പോകുകയാണ്. ചില ഉന്നതന്മാരുടെ അടുക്കലേക്ക് നന്മയ്ക്കായി അയക്കാൻ പോകുകയാണെന്ന് പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നവരോട് ഇന്ന് രാത്രി ആലോചന പറയുകയാണ്. പ്രാർത്ഥിക്ക്, 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 പ്രാർത്ഥിക്ക്. കരമടിക്കുന്ന കൂടെ പ്രാർത്ഥിക്ക്, അന്യഭാഷ പറയുന്ന കൂടെ പ്രാർത്ഥിക്ക്, സ്തോത്രം ചെയ്യുന്ന കൂടെ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് പറ, അപ്പാ എൻ്റെ മോൻ നാളെ ആരാകും? പലരും അവൻ്റെ മേൽ കണ്ണ് വെച്ചിട്ടുണ്ട്. ചിലരവനെ ശത്രുവിനെ പോലെ കാണുന്നുണ്ട്. ചിലർ വെല്ലുവിളിച്ചിട്ടുണ്ട്, നീ ഇവിടെ നിൽക്കത്തില്ല, നിന്നിവിടെ നിർത്തത്തില്ല. പക്ഷെ ഇന്ന് രാത്രി ഏതോ അപ്പനോട്, ഏതോ അമ്മയോട് പരിശുദ്ധാത്മാവ് ഈ രാത്രി പ്രവചനമായി പറയുന്നു, ഇന്ന് രാത്രി നീ വിശ്വസിക്ക്, നിന്റെ സന്തതിയെ ഞാൻ തെരഞ്ഞെടുത്തു കഴിഞ്ഞു. ഉന്നതന്മാരോട് ദൂത് പറയാൻ, ഭരിക്കുന്ന ഭരണത്തലവന്മാരോട് അവർക്ക് വേണ്ടി അവർ താമസിക്കുന്ന ക്വാർട്ടേഴ്സുകളിലോ ബംഗ്ലാവുകളിലോ പോയി പ്രാർത്ഥിക്കാൻ നിന്റെ തലമുറയെ ഞാൻ തെരഞ്ഞെടുത്തു കഴിഞ്ഞു. അല്ലയോ ബ്രദർ, നിന്നെ ഞാൻ തെരഞ്ഞെടുത്തു കഴിഞ്ഞു. ഇവിടുത്തെ വൻകിട ബിസിനസ്സുകാർ അവർ തകരുമ്പോൾ, കപ്പലാടി ഉലയുന്നത് പോലെ ഉലയുമ്പോൾ അവരുടെ വീട്ടിൽ ചെന്ന് പ്രാർത്ഥിക്കാൻ ഇതിനകത്താരോ ഇരിക്കുന്നുണ്ട്. സ്വർഗം നിന്നെ കണ്ടാൽ വലിയ ലുക്കൊന്നുമില്ല, നിന്നെ കണ്ടാൽ ആരും ഒരു പക്ഷേ വലിയ ആളാന്ന് തോന്നത്തില്ല. പക്ഷെ നിന്നിൽ പകരുന്ന കൃപ ചെറുതല്ല, നിന്റെ ദർശനം ചെറുതല്ല. രക്തത്താലെ ജയ നിന്നിലുള്ള കൃപാവരം ഇന്ന് രാത്രി ജ്വലിക്കട്ടെ ബ്രദർ. നിന്നിലുള്ള വരം സിസ്റ്റർ ഇന്ന് രാത്രി ജ്വലിക്കട്ടെ. ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്ക് വല്ല ഗുണമുണ്ടോ? പ്രാർത്ഥനയ്ക്ക് വല്ല ഗുണമുണ്ടോ? വേണ്ട മണ്ണം പ്രാർത്ഥിച്ചാൽ വല്ലതും നടക്കുമോ? എത്ര പേർക്ക് വിശ്വാസം വരുന്നുണ്ട്? എത്ര പേർക്ക് ഉറപ്പ് വരുന്നുണ്ട്? അടങ്ങിയിരിക്കരുത്. ചുമ്മാ ദൈവത്തെ പരിഹസിക്കരുത്. ആത്മാവ് ഇറങ്ങിയിരിക്കുക, പരിശുദ്ധാത്മാവ് ഇറങ്ങിയിരിക്കുക. ചിലരെ ഇതിനകത്ത് പിടിച്ചെഴുന്നേൽപ്പിക്കുക. നിന്റെ പഴയ കാല ശക്തി വരട്ടെ. Rakamana dara dala shabala ya sakeni ara dara dara ramsha ramcha radala vashakani arbaya diriya sandana ഒരല്പമെങ്കിലും വിവരമുള്ളവർ, ബോധമില്ലാത്തവൻ ചുമ്മാ ഇരിക്കട്ടെ എന്ന്, എന്നാൽ മരവിച്ചിരിക്കുന്നവൻ ഇരിക്കട്ടെ. അകത്ത് ദൈവാത്മാവുള്ളവർ, അകത്ത് ദൈവ ഭയമുള്ളവർ ഇന്ന് രാത്രി ഈ വാക്കുകൾക്ക് മുമ്പിൽ അവരവരെ തന്നെ സമർപ്പിക്കുക. പതിവിനപ്പുറം ആത്മ നിറവിലേക്ക് നീ കടന്നു വാ. ശക്തിയോടെ സ്തോത്രം ചെയ്യ്. നിനക്കൊരു രോഗമില്ല, നിന്റെ കൈകൾക്കൊരു ബലഹീനതയില്ല. പിശാച് പറഞ്ഞ് പറ്റിച്ചിരിക്കുക. ഇപ്പോൾ നീ സൗഖ്യമാകും, ഇപ്പോൾ നീ ബലം ധരിക്കും, ഇപ്പോൾ നിന്റെ കൈകൾ ശക്തിപ്പെടും, ഇപ്പോൾ നിന്റെ ശരീരം ഉറയ്ക്കും. യേശുവിന്റെ നാമത്തിൽ മയക്കിക്കളയുന്ന, ഉറക്കിക്കളയുന്ന ചില ബാധകളുടെ മേൽ ഇന്ന് രാത്രി ജയം. കർത്താവ് പറയാൻ തുടങ്ങി നീ ആരാകുമെന്ന്. കർത്താവ് പറയാൻ തുടങ്ങി നിന്റെ സഭ ഈ പട്ടണത്തിൽ എന്താകുമെന്ന്. കർത്താവ് പറയാൻ തുടങ്ങി വിദേശത്ത് പോയിരിക്കുന്ന നിന്റെ കുഞ്ഞ് എന്താകുമെന്ന്. അതിന്ന് രാത്രി ഞാൻ നിന്റെ തലയെ കൈവച്ച് അന്യഭാഷ പറഞ്ഞ് ഒരു പ്രവാചകനെ പോലെ അല്ല പറയുന്നത്. സ്വർഗം നിനക്ക് ബോധ്യമാക്കി തരും. നിന്റെ സന്തതിയെ ടെർമിനേറ്റ് ചെയ്യാൻ സമ്മതിക്കില്ല ഞാൻ. അവിടെ തന്നെ അവനെ ഇരുത്തും ഞാൻ അവനെ തെരഞ്ഞെടുത്തിരിക്കുന്നു. അവനെ അവിടെ അധികാരി
ശരിയാക്കും, അവന് ഉയർച്ച കൊടുക്കും. സ്വർഗം പറയുന്നു അടുത്ത ഇന്റർവ്യൂവിൽ നിന്റെ മകള് പാസ്സാകും, ഞാൻ അവളെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഒരു ചതഞ്ഞ ആത്മീയം കൊണ്ട് നയിക്കാതെ നിന്നെ അന്തർദേശീയ കോൺഫറൻസുകളിലേക്ക്, നിന്നെ വിശുദ്ധന്മാർ ഒന്നിച്ചു കൂടുന്ന വലിയ മഹാസമ്മേളനങ്ങളിലേക്ക് ഞാൻ നിന്നെ ചൂസ് ചെയ്യും. ചിലരുടെ ഹൃദയത്തിൽ ഞാൻ നിന്നെ ബോധ്യമാക്കി കൊടുക്കും. അവർ നിന്നെ വിളിക്കും. നിന്റെ ഫോൺ കോളുകളിൽ സ്വർഗസ്ഥനായ ദൈവത്തിന്റെ മറുപടി ദൈവം വരുത്തുമെന്ന് ഇന്ന് രാത്രി ചിലരോട് ആത്മാവ് ഇടപെടുകയാ. ലോകം എന്തും പറയട്ടെ, പലരും പലതും പറയട്ടെ, പലരും പലതും പറയട്ടെ, യേശു പറയുന്നത് നടക്കും ബ്രദർ. അനന്യാസ് പറയുന്നു, ഈ ബ്രദറിനെ കുറിച്ച് പലരും പലതും പറയുന്നു, ഈ സിസ്റ്ററെ കുറിച്ച് പലരും പലതും പറയുന്നു, ഈ കർത്തൃദാസനെ കുറിച്ച് പലരും പലതും പറയുന്നു. അവരെന്തും പറയട്ടെ, എന്നാൽ യേശു പറയുന്നത് നടക്കും. അങ്ങനെ വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ഇരു കരവും ചേർത്തടിച്ച് ക്ഷീണിക്കാതെ പറയണം, എന്തും പറയട്ടെ പിശാചും കൂട്ടരും, എന്തും പറയട്ടെ, എന്തും പറയട്ടെ, എന്തും പറയട്ടെ, നിന്നെ കുറിച്ച് ദൈവം പറഞ്ഞിരിക്കുന്നത് നടക്കും. നിന്റെ ശരീരഘടനയും നിന്റെ സ്റ്റൈലുമൊക്കെ കണ്ടപ്പോൾ ചിലർ വിചാരിച്ചു നീ ഒരു അഹങ്കാരിയാണെന്ന്, നീ താഴ്മയില്ലാത്തവനാണെന്ന്. അത് പുറമേ നോക്കി പലരും പറഞ്ഞു. എന്നാൽ ഇന്ന് രാത്രി ആരോടോ ദൈവം പ്രവചിക്കുന്നു. സ്വർഗം ഹൃദയങ്ങളെ എത്രയെ കാണുന്നത്. ഇന്ന് രാത്രി മനുഷ്യൻ പുറമേ ഉള്ളത് നോക്കുമ്പോൾ സ്വർഗം ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നു. ഈ രാത്രി, ഈ ഉപവാസത്തിന്റെ 3-ാം രാത്രി തുലാസുമായി ദൈവം വന്നിരിക്കുന്നു. ഒരു രാജാവിനോട് ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ തൂക്കി നോക്കി, അവൻ കുറവുള്ളവനായി കണ്ടു. എൻ്റെ കൂട്ടു സഹോദര, ഞാൻ നിന്നോട് പറയാ, സ്വർഗം ഇന്ന് തുലാസുമായി വന്നിരിക്കുക. അവൻ നിന്നെ തൂക്കി നോക്കുമ്പോൾ നീ കുറവുള്ളവനാകരുത്. പ്രാർത്ഥനയിൽ കുറവുള്ളവനാകരുത്, ആത്മീകത്തിൽ കുറവുള്ളവനാകരുത്, വിശുദ്ധിയിൽ കുറവുള്ളവനാകരുത്, ആരാധനയിൽ കുറവുള്ളവനാകരുത്, ആത്മശക്തിയിൽ കുറവുള്ളവനാകരുത്, സ്നേഹത്തിൽ കുറവുള്ളവനാകരുത്. ഇന്ന് രാത്രി എത്ര പേർ കുറവുള്ളവനല്ല, നിറവുള്ളവനാകണമെന്ന് ആഗ്രഹിക്കുന്നു. അവരിന്ന് രാത്രിക്കാലം മയങ്ങല്ലേ, ഉറങ്ങല്ലേ, ക്ഷീണിക്കല്ലേ. ഈ രാത്രി എനിക്ക് കുറവുള്ളവളാകണ്ട, നിറവുള്ളവളായാ മതി. കരമടിച്ചു തന്നെ ഒരു 5-6 സെക്കൻഡ് കൂടി ദൈവസന്നിധിയിൽ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. അനന്യാസും മറ്റു പലരും പലതും പറഞ്ഞു, പലരും പലതും പറഞ്ഞു. നിങ്ങളുടെ മക്കളെക്കുറിച്ച് അങ്ങനെ വല്ലതും പറഞ്ഞിട്ടുണ്ടോ? പലരും പലതും പറഞ്ഞു, പാവം കൊച്ചിനെ കുറിച്ച്. എൻ്റെ ദൈവം പറയുന്നു, പലരും പലതും പറഞ്ഞാലും ഞാൻ പറയാം അവൾ ആരാകുമെന്ന്, അവൻ ആരാകുമെന്ന്. നിന്നെക്കുറിച്ച് ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞപ്പോൾ നിനക്ക് വേദനിച്ചോ? പലരും പലതും പറഞ്ഞപ്പോൾ നിന്റെ ഹൃദയം പൊള്ളിയോ? അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി അവർ പറഞ്ഞതിന് മറുപടി പറയാൻ പോകരുത്. അതിന് പത്രസമ്മേളനം നടത്തരുത്, അതിന് കൂട്ടിച്ചോദ്യത്തിന് പോകരുത്. നീ കാതോർക്ക്, നീ പ്രാർത്ഥിക്ക്. അവർ പറഞ്ഞതിന് മീതെ നീ ആരാകുമെന്ന് ഞാൻ പറയാം, ഞാൻ പറയാം. ഞാൻ പറയുന്നതേ നടക്കത്തുള്ളൂ, അവർ പറയുന്നത് നടക്കത്തില്ല. അതുകൊണ്ട് ദൈവം ചിലത് പറയാൻ തുടങ്ങുക. നീ എന്താകും, നീ ആരാകും, നീ എങ്ങനെയാകും. ഇത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നടക്കുന്ന 4-ാമത്തെ കാര്യം. 5-ാമത്തെ കാര്യം കൂടി പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഞാൻ അവസാനിപ്പിക്കും. 5-ാമത്തെ കാര്യം 17-ാം വാക്യം. ശൗലേ സഹോദര, നീ കാഴ്ച പ്രാപിച്ച് പരിശുദ്ധാത്മ പൂർണ്ണനാകേണ്ടതിന് നീ വന്ന വഴിയിൽ നിനക്ക് പ്രത്യക്ഷനായ യേശു എന്ന കർത്താവ് എന്നെ അയച്ചിരിക്കുന്നെന്ന് പറഞ്ഞു. ഉടനെ അവൻ്റെ കണ്ണിൽ നിന്ന് ചെതുമ്പല് പോലെ എന്തോ വീണു. കാഴ്ച ലഭിച്ചവൻ എഴുന്നേറ്റ് സ്നാനമേറ്റ ആഹാരം കൈക്കൊണ്ട് ബലം പ്രാപിച്ചു. പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ
ആ പ്രാർത്ഥന ആമീൻ പറയുന്നതിനേക്കാൾ മുമ്പ് നടന്ന അഞ്ചാമത്തെ കാര്യം. ഇങ്ങനെ അനന്യാസ് ചില മടിയൊക്കെ കാണിച്ചെങ്കിലും കർത്താവ് പറഞ്ഞ് പേടിച്ച് അനന്യാസ് നടന്ന് ശൗലിരിക്കുന്ന മുറിക്കകത്ത് ചെന്നു. അവിടെ കയറി ചെന്നു. അനന്യാസ് അകത്തൊരു പക്ഷേ ശൗല് മാത്രമേ ഉള്ളൂ. അവിടുത്തെ എഴുത്തനുസരിച്ച് വേറെ ആരും കൂടെയില്ല. എല്ലാവരും അവനിട്ടിട്ട് പോയി. തപ്പിച്ചെന്ന് വാതിൽ തുറന്നു. അനന്യാസ് അടുത്ത് വന്നു. രണ്ട് കണ്ണിനും കാഴ്ചയില്ലാതെ പൗലോസ് എന്ന സുമുഖനായ ചെറുപ്പക്കാരൻ, എരിവുള്ളവൻ, 3 ദിവസമായിട്ട് ഒന്നും കഴിക്കാതെ ക്ഷീണിതനായി ഇപ്പോൾ ഇന്നത്തെ ദിവസം പ്രാർത്ഥിച്ചിരിക്കുക. അനന്യാസ് എന്നിട്ട് പറഞ്ഞു, ശൗലേ സഹോദര, നീ വന്ന വഴിക്ക് നിനക്ക് പ്രത്യക്ഷനായ യേശു എന്ന കർത്താവ് എന്നെ അയച്ചിരിക്കുക. എന്തിനാ എന്നെ അയച്ചേ? 2 കാര്യത്തിനാണ് എന്നെ അയച്ചത്. എന്തിനാ 2 കാര്യം? എന്താ 2 കാര്യം? എന്താ അതിനകത്ത് എഴുതിയിട്ടുണ്ട്? എന്താ 2 കാര്യം? 1, നീ കാഴ്ച പ്രാപിക്കണം. 2 പിന്നെയും കാഴ്ച പ്രാപിക്കണം. ഇവിടെ എഴുതിയിരിക്കുന്ന നോക്ക്. കാഴ്ച പ്രാപിച്ച്, നീ കാഴ്ച പ്രാപിച്ച് പരിശുദ്ധാത്മ പൂർണ്ണനാകണം. 2 കാര്യമാണ്. 1 കാഴ്ച പ്രാപിക്കണം, 2 പരിശുദ്ധാത്മ പൂർണ്ണനാകണം. ഈ 2 കാര്യത്തിനാണ് കർത്താവ് എന്നെ അയച്ചിരിക്കുന്നത്. കാഴ്ച പ്രാപിച്ചാൽ ആർക്ക് ഗുണം? പൗലോസ് കാഴ്ച പ്രാപിച്ചാൽ ആർക്ക് ഗുണം? പൗലോസിന് ഗുണം. പിന്നെ ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ചേച്ചിയുടെ ഉദരത്തിനകത്തൊരു മുഴയുണ്ട്, കിംസുകാർ പറഞ്ഞിരിക്കുക ഓപ്പറേഷൻ ചെയ്യണം, എന്നാൽ പിന്നെ ഈ പ്രാർത്ഥനയും കൂടി കഴിഞ്ഞിട്ടാട്ടെ എന്ന് ഓർത്തുകൊണ്ട് ഇവിടെ വന്നിരിക്കുക. മൊത്തത്തിൽ പറഞ്ഞിരിക്കുന്ന 3 ലക്ഷം രൂപയാണ്, 2 മാസത്തെ റെസ്റ്റും. അപ്പൊ ഈ പ്രാർത്ഥനയിൽ വെച്ച് അനന്യാസ് വന്ന് തലയെ കൈവച്ചപ്പം മുഴ അങ്ങ് മാറി. മുഴ മാറി. ഇപ്പം ആർക്ക് ലാഭം? ചേച്ചിക്ക് ലാഭം. 3 ലക്ഷം രൂപ, 2 മാസം, പിന്നെ ബാക്കി പറയണ്ടല്ലോ, ഇത്രയും ലാഭം. ഇതുപോലെ കണ്ണിന് കാഴ്ച കിട്ടിയാൽ ആർക്ക് ലാഭം? ശൗലിന് ലാഭം. പരിശുദ്ധാത്മപൂർണനായാൽ ആർക്ക് ലാഭം? നമ്മളിങ്ങനെയൊന്നും ചിന്തിക്കാറില്ല. വെറുതെ എങ്ങനെ വന്നിരുന്നങ്ങ് കൊടുക്കുകയുള്ളൂ അല്ലേ? പരിശുദ്ധാത്മപൂർണ്ണമായ ആർക്ക് ലാഭം? ഒരു സഭ പരിശുദ്ധാത്മപൂർണ്ണയായാൽ, ഒരു ദൈവദാസൻ പരിശുദ്ധാത്മപൂർണ്ണനായാൽ, ഈ 7 ദിവസത്തെ യോഗം നിമിത്തം ഈ സഭയുടെ ആരെങ്കിലും ഒരാളെ 4 വാക്ക് അന്യഭാഷ പറയുകയല്ല, പരിശുദ്ധാത്മപൂർണ്ണനായാൽ ആർക്ക് ലാഭം? ആർക്ക് ലാഭം? നാളെ PC ചെറിയാൻ പാസ്റ്റോട് പറഞ്ഞു വിട്ടാൽ മതി, ഞാൻ റാന്നി പോയി കേട്ടോളാം. കാരണം നിങ്ങളുടെ മറുപടി നോക്കി നിന്നാൽ എനിക്ക് വീട്ടിൽ പോക്ക് കണക്കിയല്ല. ഇവിടെ ഒരു മനുഷ്യൻ പരിശുദ്ധാത്മപൂർണ്ണനായ അവനാണ് ലാഭം. അല്ല, ദൈവത്തിനും ദൈവസഭയ്ക്കും ദൈവരാജ്യത്തിനും ലാഭം, സാത്താന് നഷ്ടം. പരിശുദ്ധാത്മപൂർണ്ണനുണ്ടെങ്കിൽ പിശാച് ഞെട്ടും. പരിശുദ്ധാത്മപൂർണ്ണൻ സഭയ്ക്കകത്തുണ്ടെങ്കിൽ സഭ അനുഗ്രഹിക്കപ്പെടും, കർത്താവിന് ലാഭം. പരിശുദ്ധാത്മപൂർണ്ണൻ പെരയ്ക്കാതിരിക്കുകയല്ല. പരിശുദ്ധാത്മപൂർണ്ണൻ്റെ ഒരു ഗുണം ഇങ്ങനെ തന്നെ. പരിശുദ്ധാത്മപൂർണ്ണനായതിൻ്റെ ഗുണം 13-ാം അധ്യായത്തിൽ എഴുതില്ല. 13-ന്റെ 9-ാം വാക്യം. അപ്പോൾ സംഭവം പറയാം. ഏത് ദിവസം നിങ്ങൾ വായിച്ചിട്ടുണ്ടോയെന്നറിയില്ല. സംഭവം പറയാം. പൗലോസും ബർന്നബാസും കൂടി ശുശ്രൂഷയ്ക്ക് പോയപ്പോൾ സെർഗ്യോസ് പൗലോസ് എന്ന് പറയുന്നൊരു മനുഷ്യൻ്റെ വീട്ടിൽ ചെന്നു. അവനോട് സുവിശേഷം പറയുമ്പോൾ ബർയേശു എന്ന് പറയുന്നവൻ അതിനെ എതിർത്തു. അപ്പോൾ പൗലോസ് പരിശുദ്ധാത്മപൂർണ്ണനായി. സകല കപടവും നിറഞ്ഞവനെ, പിശാചിൻ്റെ സന്തതിയെ മതിയാക്കുന്നില്ലേ എന്ന് ചോദിച്ച മാത്രയിൽ അവൻ താഴെ വീണു. ആത്മപൂർണ്ണനെ കൊണ്ട് ഈ പണിയൊക്കെ പറ്റുള്ളൂ. ആത്മപൂർണ്ണനുണ്ടെങ്കിൽ പ്രത്യക്ഷമായ ദൈവപ്രവർത്തികൾ നടക്കും. അപ്പോൾ കർത്താവിൻ്റെ ഒരു ദാസൻ
നിന്റെ അടുക്ക വന്നാൽ കർത്താവിന് മാത്രം ലാഭം ഉണ്ടാകണമെന്ന് ശഠിക്കുന്നവനല്ല. കർത്താവ് നിനക്കും നന്മ ഉണ്ടാകണം, അതുകൊണ്ട് കർത്താവിനും ഗുണമുണ്ടാവണം. ഇപ്പം നമ്മൾ 10 ലക്ഷവും 12 ലക്ഷവും 50 ലക്ഷമൊക്കെ മുടക്കി വലിയ യോഗം വയ്ക്കും. പക്ഷെ എല്ലാവരെയും കാഴ്ചയുള്ളവരാക്കി വിടും, ആരെയും പരിശുദ്ധാത്മ ഊണരാക്കിയല്ല. അതുകൊണ്ട് വരുന്നവന് ലാഭം ഏതൊക്കെയാലും. ഒരു യോഗത്തിനകത്ത് 2 കാര്യം നടക്കണം. ഒന്ന്, മനുഷ്യൻ്റെ വിഷയത്തിന് പരിഹാരം ഉണ്ടാകണം. 2, കർത്താവ് ഉദ്ദേശിക്കുന്ന കാര്യം നടക്കണം. കൈവച്ചപ്പോൾ ചെതുമ്പല് പോലെ എന്തോ താഴെ വീണു. അതോടോട് ശൗൽ എഴുന്നേറ്റു, സ്നാനമേറ്റു. ഞാൻ നിർത്തട്ടെ. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം ചിലത് ചെയ്യാൻ ആരെങ്കിലൊക്കെ അയക്കും. അവർ കൈവച്ച മാത്രയിൽ ചെതുമ്പല് പോലെ എന്തോ താഴെ വീണു. നമ്മുടെ ജീവിതത്തിലും പറ്റിപ്പിടിച്ച് നിൽക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ഈ പ്രാർത്ഥനയിൽ താഴെ പോകണം. നീ എഴുന്നേക്കണം, ശക്തി വ്യാപരിക്കണം, നിന്നെ ദൈവത്തിന് ഉപയോഗിക്കണം. അവിടെ മുതൽ നമ്മളറിയുന്നൊരു പൗലോസ് തുടങ്ങുകയാണ്. തത്വത്തിൽ ഒരു ആരുടെ പ്രാർത്ഥനയെന്ന്, അമ്മച്ചിയുടെ പ്രാർത്ഥനയല്ല, ഉപദേശിയുടെ പ്രാർത്ഥനയല്ല, സ്വന്തം പ്രാർത്ഥനയിൽ നിന്ന് വിരിഞ്ഞു വന്നവനാ പൗലോസ്. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായോ? ആരുടെയും പ്രാർത്ഥനയല്ല, ഒരു മുറിക്കകത്ത് ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽ നിന്ന് വിരിഞ്ഞു വന്ന നക്ഷത്രമാണ് ധന്യനായ പൗലോസ്. രാത്രി ഞാൻ അവസാനിപ്പിച്ച് മടങ്ങുമ്പോൾ നിങ്ങളെ ഓർപ്പിക്കാം, ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കാൻ. ഇതിനകത്ത് ശുശ്രൂഷകന്മാരടക്കം ആരെങ്കിലും തയ്യാറായാൽ നിന്നെ ദൈവം അതിനകത്തു നിന്ന് പുറത്തെടുക്കുന്നത് നിൻ്റെ വീട്ടുകാർക്കും നിനക്കും വേണ്ടി മാത്രമായിരിക്കില്ല, രാജ്യങ്ങൾക്ക്, ആയിരങ്ങൾക്ക് അനുഗ്രഹമാകാൻ ദൈവം ഇടയാക്കും. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ഞാൻ ഈ പ്രാർത്ഥനയോടുകൂടെ എൻ്റെ ശുശ്രൂഷകൾ വിരാമം കുറിക്കുക. എല്ലാ കണ്ണുകളും അടയ്ക്കാം, ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. ഒരു കാര്യം ഇന്ന് രാത്രി വിശ്വസിക്കുക, കർത്താവ് ആരെയോ പുറത്തെടുക്കാൻ നോക്കുന്നുണ്ട്. അകത്ത് കൃപയിട്ടിരിക്കുന്ന ആരോ ഇന്ന് രാത്രി താളം തല്ലി പോകുന്നുണ്ട്. ഓളം തിരമാലയായി മാറണം, ഓളം തിരമാലയായി മാറണം. ഒന്നോടെ പറയാം, ഇപ്പോൾ സഭയ്ക്കകത്തൊരു ഓളം തള്ളുന്നുണ്ട്, ഓളം. പക്ഷെ ഓളം തല്ലി നിന്നാൽ പോരാ, അതൊരു തിരമാലയായി മാറണം. നിൻ്റെ അകത്ത് ദൈവാത്മാവ് ഒരു ഓളം തള്ളുന്നുണ്ട്, അതുകൊണ്ട് നിൽക്കരുത്, അതൊരു തിരമാലയായി മാറണം. എത്ര പേര് അത് ഒരൊറ്റ വാക്ക് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ എൻ്റെ വായിൽ തന്ന വാചകമാണത്. നിൻ്റെ അകത്തൊരു ഓളം, ചെറിയ ഓളം തള്ളുന്നുണ്ട്, അതുകൊണ്ട് കാര്യമില്ല, തിരമാലയായി മാറട്ടെ, തിരമാലയായി മാറട്ടെ. തിരമാല ഭയങ്കര ശക്തിയാണ്. നിൻ്റെ അകത്തെ കൃപയൊരു തിരമാലയായി ഒരു വേവായി മാറട്ടെ എന്ന്. അതിനെത്ര പേർ തയ്യാറാകും? ചേർന്ന് എൻ്റെ അകത്തൊരു ചെറിയ ഓളം തള്ളാൻ തുടങ്ങി. ഇന്ന് രാത്രിയിലെ മെസ്സേജ് കേട്ടപ്പോൾ ഈ 2-3 ദിവസം കൊണ്ടൊരു ചെറിയ ഓളം തള്ളാൻ തുടങ്ങി. മുഴങ്കാലുമേൽ ഇരിക്കാമെങ്കിൽ മുഴങ്കാലുമേൽ ഇരിക്ക്. പ്രാർത്ഥിക്കുന്നവരെല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്ക്. യേശുവിൻ്റെ നാമത്തിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുന്നവർ ഏൽപ്പിച്ചു കൊടുക്ക്. മുഴങ്കാലുമേൽ ഇരിക്കാൻ പറ്റുമെങ്കിൽ മുഴങ്കാലുമേൽ ഇരുന്ന് കരമടിച്ച് സ്വോത്രം ചെയ്ത് പ്രാർത്ഥിക്ക്. എന്നിട്ട് പറ, ഇന്ന് രാത്രി എൻ്റെ അകത്ത് ഒരു ചെറിയ ഓളം തള്ളുന്നുണ്ട്, ഓളം, അതിനൊരു തിരമാലയായി മാറണമേ എന്ന് പ്രാർത്ഥിക്ക്. സഭയ്ക്കകത്തൊരു ചെറിയ ഓളമുണ്ട് പാസ്റ്റർ, ചെറിയ ഓളമുണ്ട്. ഇത് പോരാ. നിങ്ങൾക്ക് ശുശ്രൂഷയുണ്ട്, നിങ്ങൾക്ക് കൃപയുണ്ട്, നിങ്ങൾക്ക് എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്, ഇവിടെ എല്ലാ സൗകര്യമുണ്ട്. ഇവിടെ നിങ്ങളെ ആരും ഇവിടെ എതിർക്കാൻ വരില്ല. എന്നാൽ ഇന്ന് രാത്രി സ്വർഗം പറയുന്നു, ചെറിയ ഓളം തള്ളുന്നുണ്ട്, അതിനെ വലിയ തിരകളാക്കി മാറ്റണം.